സ്ട്രക്ചർ ഓഫ് കോമ്പൗണ്ട്സ് ഹെഡിങ് എഴുതിക്കുക. സ്ട്രക്ചർ ഓഫ് കോമ്പൗണ്ട്സ് പെട്ടെന്ന് എഴുതണേ. നമുക്ക് ഇന്ന് ഈ ഒരു സെഷൻ പെട്ടെന്ന് തീർക്കണം. ഇതൊരു വലിയ ചാപ്റ്ററാണ്. സ്ട്രക്ചർ ഓഫ് കോമ്പൗണ്ട്സ്. അതായത് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. സ്ട്രക്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. അതിനകത്ത് എപ്പോഴും ആലോചിക്കണം, ഓർഗാനിക് കോമ്പൗണ്ടിന് 3 ഫോർമുലയുണ്ട്. ഒന്ന് സ്ട്രക്ചറൽ ഫോർമുലയാണ്, 2 കണ്ടൻസ്ഡ് ഫോർമുലയാണ്, പിന്നെ ബോണ്ട് ലൈൻ ഫോർമുലയാണ്. ബോണ്ട് ലൈൻ ഫോർമുല നമുക്ക് പഠിക്കാനില്ല, എന്നാലും നമ്മൾ ഇന്നലെ വരച്ച് കാണിച്ചായിരുന്നു ബോണ്ട് ലൈൻ ഫോർമുല എന്താ, സ്ട്രക്ചറൽ ഫോർമുല എന്താണ്. അപ്പൊ ആദ്യം എഴുതുക സ്ട്രക്ചറൽ ഫോർമുല. സ്ട്രക്ചറൽ ഫോർമുല. It shows how atoms of different elements are linked together in a molecule. It shows how atoms of different elements are linked together in a molecule. അതായത് എല്ലാ ആറ്റങ്ങളും എങ്ങനെയാണ് ലിങ്ക് ആയിട്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ കൺസെപ്റ്റ് ആണ് അവിടെ പറയുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം നമ്മൾ ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് വരച്ചത് 5 കാർബണുള്ള ഒരു ഹൈഡ്രോ കാർബൺ വരയ്ക്കാം. 1 2 3 4 5. അപ്പൊ അതിനകത്ത് എല്ലാം സിംഗിൾ ബോണ്ട് ഇടാം തൽക്കാലത്തേക്ക്. എന്നിട്ട് ഓരോ കാർബണിന് ചുറ്റും 4 ബോണ്ട് വരുന്ന രീതിയിൽ ഹൈഡ്രജൻ കൊടുക്കുക. കണ്ടോ, ഇത് അതിന്റെ സ്ട്രക്ചറൽ ഫോർമുലയാണ്. കണ്ടോ, എക്സാമ്പിൾ ആണ്. ഇവിടെ ഇത് സ്ട്രക്ചറൽ ഫോർമുല. ഇതിനെ തന്നെ അബ്രിവേറ്റഡ് ഫോർമുല അല്ലെങ്കിൽ കണ്ടൻസ്ഡ് ഫോർമുല ഒക്കെ എഴുതാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് അറിയാമോ? നോക്കിയോളൂ. ഇത് സ്ട്രക്ചറൽ ഫോർമുലയാണ്. കണ്ടൻസ്ഡ് ഫോർമുല എന്ന് പറയുമ്പോൾ ഒരു കാർബണിന് ചുറ്റും എത്ര എണ്ണം എന്നുള്ളത് ഒരുമിച്ച് കണ്ടൻസ് ചെയ്ത് ചെറുതാക്കി എഴുതുന്നതിനാണ്. ഇപ്പൊ നോക്കിയോ, ഇതിന്റെ അബ്രിവേറ്റഡ് ഓർ കണ്ടൻസ്ഡ് ഫോർമുല എന്ന് പറയുന്നത് നോക്കിയോളൂ. ഇവിടെ ഈ കാർബണിന് ചുറ്റിനും എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 എണ്ണം അല്ലേ? അപ്പൊ നോക്കി, അവനെ നമ്മൾ CH3 എഴുതി. ഈ ബോണ്ട് അതേപോലെ തന്നെ ഇട്ടു. ഈ കാർബണിന് ചുറ്റിനും എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 എണ്ണം. അപ്പൊ അതിനെ നമ്മൾ CH2 ഇട്ടു. വീണ്ടും ഒരു CH2 ഇട്ടു. വീണ്ടും ഒരു CH2 ഇട്ടു. 1 2 3 4 ആയി. പിന്നെ ഈ ലാസ്റ്റ് കാർബണിന് 3 ഹൈഡ്രജൻ, അത് CH3 ഇട്ടു. കണ്ടോ, ഇതാണ് കണ്ടൻസ്ഡ് ഫോർമുല. ഹലോ സാർ, കേൾക്കാവോ? പറഞ്ഞോ സാർ. ഞാൻ വേറെ ഡെഫിനേഷൻ ഒന്ന് കാണിക്കാവോ? കാണിക്കാം. താങ്ക് യു സാറേ. ഓക്കെ, അപ്പം ഇങ്ങനെ വിടർത്തി എഴുതുന്നതിനാണ് സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറയുന്നത്, ചുരുക്കി എഴുതുന്നതിനാണ് കണ്ടൻസ്ഡ് എന്ന് പറയുന്നത്. ഇനി ഒരു മോളിക്കുലാർ ഫോർമുലയും കൂടെ ഉണ്ട്, അതും കൂടെ എഴുതിക്കും. മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞാൽ അറിയോ, വളരെ ചുരുക്കി എഴുതുന്നതിന്. ഇതിനകത്ത് മൊത്തം എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5 C5 3 5 7 9 9 3 12 H12. കണ്ടോ, ഇങ്ങനെ എഴുതുന്നതിനാണ് മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത്. അപ്പൊ സ്ട്രക്ചറൽ ഫോർമുല, മോളിക്കുലാർ ഫോർമുല, ബോണ്ട് ലൈൻ ഫോർമുല എന്ന് പറയുന്ന ഫോർമുലയാണ്. നമുക്ക് പഠിക്കാനില്ല, പക്ഷെ നമ്മൾ ഇന്നലെ പഠിച്ചായിരുന്നു. മറ്റേ സൈക്ലോപ്രോപ്പൈൻ ഇങ്ങനെയും, അതേപോലെ തന്നെ സൈക്ലോ ഹെക്സൈൻ ഇങ്ങനെയും, അതേപോലെ തന്നെ സൈക്ലോ പെന്റൈന് നമ്മൾ ഇങ്ങനെയും ഒക്കെ പഠിച്ചായിരുന്നു. പിന്നെ ബ്യൂട്ടൈൻ നമ്മൾ ഇങ്ങനെയൊക്കെ പഠിച്ചായിരുന്നു അല്ലേ? ഇങ്ങനെ എഴുതുന്നതിന് ബോണ്ട് ലൈൻ ഫോർമുല എന്നാണ് പറയുന്നത്. നമുക്ക് പഠിക്കാനില്ലാത്തതുകൊണ്ട് നമ്മൾ അത് കൂടുതലായിട്ട് പറയുന്നില്ല. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ എഴുതിയെടുക്കുക. ഓക്കെ ആണല്ലോ. ഇനി ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഏതെങ്കിലും ഒരു ഹൈഡ്രോകാർബൺ എന്ന് പറയുമ്പോൾ 3 ടൈപ്പ് ഉണ്ട്. ആൽക്കൈൻ ഉണ്ട്. അതിന്റെ ഏതെങ്കിലും ഒരു ഹൈഡ്രജനെ മാറ്റി വേറെ ഒരു ആൾ വന്ന് അവിടെ ചേരുന്നതിന് മുമ്പ് ആ മാറ്റപ്പെട്ട ആ ആളിനെ പറയുന്ന പേരാണ് ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞത്. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് ഹെഡിങ് കൊടുക്കുക. ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് ഹെഡിങ് കൊടുക്കുക. ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് ഈ CH4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അവനെ നമ്മൾ മീതെയിൻ എന്നാണ് പറയുന്നത്. മീതെയിൻ എന്നാണ് പറയുന്നത്. അത് പേര് പഠിപ്പിക്കുമ്പോൾ പറഞ്ഞുതരാം എന്താന്നുള്ളത്. മീതെയിൻ എന്നാണ് പറയുന്നത്. എന്നാൽ ഇതിന്റെ സ്ട്രക്ചറൽ ഫോർമുല വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണല്ലോ വരയ്ക്കുന്നത്. ഇങ്ങനെയാണ് വരയ്ക്കുന്നത് ആണല്ലോ. ആണ് ഇത് മീതെയിൻ ഇതിന്റെ സ്ട്രക്ചറൽ ഫോർമുല. എന്നാൽ ഇതിനകത്തെ ഒരു ഹൈഡ്രജനെ അങ്ങോട്ട് മാറ്റിയാൽ മാറ്റുന്നതിന് വേണ്ടിയാ വേറെ ഏതെങ്കിലും ആൾക്ക് അവിടെ വന്ന് ഇരിക്കാൻ വേണ്ടിയാ, അല്ലാതെ ചുമ്മാ മാറ്റുമല്ല. ചുമ്മാ അങ്ങനെ മാറ്റാനും പറ്റത്തില്ല. അങ്ങനെ ഇതിനെ പൊട്ടിച്ച് കളഞ്ഞ് വേറെ ആൾ വന്ന് അവിടെ ആ ഇരിക്കുന്നതിന് മുമ്പ് അതിനെ പറയുന്ന പേര് കണ്ട ഇങ്ങനെ ഇരിക്കും. കാരണം ഇവിടെ ഇങ്ങനെ ഇരിക്കും. കാരണം ഇവിടെ ആരും ഇല്ല. ഇവൻ പോയിട്ട് വേറെ ആൾ വരുന്നത് വരെ ഒരു ടൈം ഉണ്ടല്ലോ. ആ ടൈം വരെ കണ്ടോ ഇങ്ങനെയാണ് ഇവൻ ഇരിക്കുന്നത്. ഇവനെയാണ് ആൽക്കൈൽ ഗ്രൂപ്പ്. മീതൈന്റെ ആൽക്കൈൽ ഗ്രൂപ്പിനെ മീത്തൈൽ ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. മീത്തൈൽ. അവനെ നമ്മൾ വെറും CH3 എന്ന് എഴുതും. എന്നിട്ട് ഇവിടെ ഒരു ബോണ്ട് കൂടെ ഇടും. കാർബണിന്റെ ഒരു ബോണ്ട് ഫ്രീ ആണ്. ഓക്കെ, അപ്പം ഇതാണ് മീത്തൈൽ ഗ്രൂപ്പ്. അതേപോലെ ഈത്തൈനെ എഴുതുന്നത് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്, അതായത് CH3 ബോണ്ടഡ് വിത്ത് CH3. ഇത് ഈത്തൈൻ ആണ്. ഈത്തൈൻ. ഈതൈനകത്തെ ഒരു ഹൈഡ്രജൻ, അതായത് സ്ട്രക്ചറൽ ഫോർമുല വരയ്ക്കുവാണെങ്കിൽ ഇങ്ങനെ വരയ്ക്കേണ്ടി വരും. H H H H H. ഈ സ്ട്രക്ചറൽ ഫോർമുല വരയ്ക്കുവാണെങ്കിൽ ഇങ്ങനെ വരയ്ക്കേണ്ടി വരും. ഇതിനകത്തുനിന്ന് ഒരു ഹൈഡ്രജനെ കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കണ്ടോ നോക്കി ഇവിടെ CH3 വരും. ഏതെങ്കിലും ഒരു ഹൈഡ്രജനെ കളയാം. കണ്ടോ ഇവിടെ CH2 വരും. കണ്ടോ ഇവിടെ വെറുതെ കിടക്കും. മനസ്സിലായി? വേറെ ആരും വരുന്നതിന് മുമ്പുള്ള ഒരു കണ്ടീഷനാണ്. ഇവിടെ നിന്ന് ഈ ഹൈഡ്രജൻ പോയി വേറൊരാൾ വരുന്നതിന് മുമ്പുള്ള ഒരു കണ്ടീഷൻ. അത് റാഡിക്കൽ ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. വേറൊരു പേര് ആൽക്കൈൽ ഗ്രൂപ്പ് അഥവാ റാഡിക്കൽ ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. ഇവനെ നമുക്ക് കണ്ടൻസ്ഡ് ആയിട്ട് ഇങ്ങനെ എഴുതാം. CH3 CH2 കണ്ടോ ഇങ്ങനെ എഴുതാം. ദിസ് ഓർ ലൈക്ക് ദിസ്, ദിസ് ഓർ ലൈക്ക് ദിസ്. ഇത് കണ്ടോ ഇത് രണ്ടും ഒരേപോലെ. മനസ്സിലായോ? ഐഡിയ കിട്ടിയോ? അതായത് ഏതൊരു മെയിൻ ഹൈഡ്രോ കാർബണിൽ നിന്ന് ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ ആൽക്കൈൽ ഗ്രൂപ്പായി. മീഥേൻ ആണെങ്കിൽ അവന്റെ ആൽക്കൈൽ ഗ്രൂപ്പിനെ മീഥേൻ എന്ന് പറയും, മീതൈൽ എന്ന് പറയും. ഈഥേൻ ആണെങ്കിൽ ഈതൈൽ എന്ന് പറയും. ഈതൈൽ. പ്രൊപ്പൈൻ ആണെങ്കിൽ പ്രൊപ്പൈൽ, ബ്യൂട്ടൈൻ ആണെങ്കിൽ ബ്യൂട്ടൈൽ, പെന്റൈൻ ആണെങ്കിൽ പെന്റൈൽ, ഹെക്സൈൻ ആണെങ്കിൽ ഹെക്സൈൽ, ഒക്ടൈൻ ആണെങ്കിൽ ഒക്ടൈൽ എന്നൊക്കെ പറയും. ഓക്കെ, ഓക്കെ എഴുതിയല്ലോ. അപ്പം ഇതാണ് ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കട്ടെ ഒരു ഓക്കെ. ഇനി ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൊടുക്കുക. ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പ് എന്നൊരു ഹെഡിങ് കൊടുത്തേ. ഫങ്ഷണൽ. It is defined as an atom or group of atom joined in a specific manner which is responsible for the characteristic chemical properties of organic compound. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ CH4 ന്ന് H നെ മാറ്റിയിട്ട് വേറെ ആരും വരും എന്ന് പറഞ്ഞില്ല. ആ വരുന്ന ആൾക്കാർ ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കും.
മനസ്സിലായോ? ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ കുടുംബത്തിലേക്കായി. മനസ്സിലായോ? അതായത് ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അതായത് ഇപ്പം മീതേനകത്ത് ഇപ്പൊ OH ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അവൻ പിന്നെ ആൽക്കഹോൾ ഫാമിലി, മെഥനോൾ ഫാമിലി ആയിട്ട്, ആൽക്കഹോൾ ഫാമിലി ആയിട്ട് മാറി അവനെ പിന്നെ മെഥനോൾ എന്ന് പറയും. അപ്പൊ ഇവരുടെ പ്രോപ്പർട്ടീസ് അതാ പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റം ജോയിൻഡ് ഇൻ എ സ്പെസിഫിക് മാനർ വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ക്യാരക്ടറിസ്റ്റിക് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. പിന്നെ ഇതായി കഴിഞ്ഞാൽ പിന്നെ അവന്റേതായിട്ടുള്ള സ്വഭാവ സവിശേഷതകളായിരിക്കും ഉണ്ടാകുക. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്തൊരു കാര്യം ചെയ്ത് ഹോമലോഗസ് സീരീസ് എഴുതിക്കോ. ഹോമലോഗസ് സീരീസ്. ഹോമലോഗസ് സീരീസ് എന്ന് പറഞ്ഞാൽ അറിയോ? ഒരേ ഫാമിലിയിൽപ്പെട്ട ആൾക്കാർ തൊട്ടടുത്ത മെമ്പേഴ്സ് തമ്മിൽ ഒരു CH2ന്റെ ഡിഫറൻസ് കാണിക്കുകയാണെങ്കിൽ അവർ ഹോമലോഗസ് സീരീസ് എന്നാ പറയാ. അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോളൂ. അതെന്താന്ന് ഞാൻ പറഞ്ഞാൽ ഇത് എഴുതിക്കോ. It is a group of organic compounds having a similar structure and a similar chemical properties in which successive compounds differ by a CH2 group. എന്ന് പറഞ്ഞാൽ നമ്മൾ ആൽക്കെയിൻ ഫാമിലി എടുക്കുകയാണ്. ആൽക്കെയിൻ ഫാമിലിയുടെ ജനറൽ ഫോർമുല എന്താ? CnH2n+2 ആണ്. അതിനർത്ഥം n 1 ആണെങ്കിൽ if n is equal to 1, ഇത് C1H2 × 1+2 എന്നാവും. അപ്പം അത് CH2+2 എന്നാവും. അത് CH4 എന്നാവും. കേട്ടോ, ഫസ്റ്റ് മെമ്പർ മീഥൈൻ. ആൽക്കെയിൻ ഫാമിലിയുടെ ഫസ്റ്റ് മെമ്പർ മീഥൈൻ. ഇനി n 2 ആണെങ്കിലോ, if n is equal to 2 ആണെങ്കിലോ, നോക്കിയോ, C2H2 × 2+2, അതായത് C2H 2 × 2 4, 4+2 6, C2H6. കണ്ടോ, ഇത് ഈഥൈൻ ആണല്ലോ. ഇനി n 3 ആണെങ്കിലോ, ഞാൻ 3 വരെ എഴുതുന്നുള്ളൂ. if n is equal to 3 ആണെങ്കിൽ C3H2 × 3+2, അപ്പം C3H6+2 8, C3H8, അത് പ്രൊപ്പെയിൻ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോക്കിക്കോ, മീഥൈൻ, ഈഥൈൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ, ഇങ്ങനെ അങ്ങ് പോവാ. നിങ്ങൾ നോക്കി, CH4ഉം C2H6ഉം തമ്മിൽ എന്തിന്റെ വ്യത്യാസമാണ്? CH4ഉം C2H6ഉം തമ്മിൽ ഒരു CH2ന്റെ വ്യത്യാസമാണ്. ഇവര് തമ്മിൽ ഒരു CH2 ഗ്രൂപ്പിന്റെ കൂടുതലേ ഉള്ളൂ. ഇനി ഈ C2H6ഉം C3H8ഉം തമ്മിൽ എന്തിന്റെ വ്യത്യാസമാണ്? അതായത് C3H8 എന്ന് പറയുമ്പോൾ ഒരെണ്ണം കൂടി, H കണ്ടോ, രണ്ടെണ്ണം കൂടി, അപ്പൊ അവിടെയും CH2 ആണ്. കണ്ടോ, CH2 കൂടി. മനസ്സിലായോ? അപ്പം ഒരേ ഫാമിലിയിൽപ്പെട്ട ആൾക്കാർക്കെല്ലാം സിമിലർ പ്രോപ്പർട്ടീസ് ആണ്. അതേപോലെ അവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ ഒരു CH2 ഗ്രൂപ്പിന്റെ വ്യത്യാസമായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ ആണോ? അങ്ങനെയുള്ള ഗ്രൂപ്പുകളെയാണ് ഹോമലോഗസ് സീരീസ് എന്ന് പറയാ. ഇനി ഈഥേൻ എടുത്താലോ, ആൽക്കീൻ എടുത്താലോ, ആൽക്കീൻ ഫാമിലി എടുക്കാം. ആൽക്കീൻ ഫാമിലി എടുക്കുമ്പോൾ CnH2n. CnH2n ആണ്. CnH2 എന്ന് പറയുമ്പോൾ n 1 ആണെങ്കിൽ if n is ഇനി അതിനകത്തൊരു കാര്യം പറയാം. ആൽക്കീൻ എന്ന് പറയുമ്പോൾ കാർബണിന്റെ ഇടയിൽ ഡബിൾ ബോണ്ട് വരുന്നവരെയാണ് ആൽക്കീൻ എന്ന് പറയുന്നത്. അപ്പം അവിടെ അറ്റ്ലീസ്റ്റ് 2 കാർബൺ ഇല്ലാതെ ഡബിൾ ബോണ്ട് കാർബണിന്റെ ഇടയിൽ വരുന്നതിനെ പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം n 1 അല്ല, n 2 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ മീഥി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇല്ല. ഓക്കെ, അവിടെ നിൽക്കട്ടെ.
അപ്പം നമ്മൾ n/2 കൊടുക്കുകയാണെങ്കിൽ C2H2 × 2 എന്ന് വരുന്നു. അപ്പം C2H4 എന്ന് വരും. ഓക്കെ. ഇനി n 3 ആണെങ്കിലോ, n = 3 ആണെങ്കിൽ C3H2 × 3 എന്ന് വരുന്നു. അതായത് C3H6 എന്ന് വരുന്നു. ഓക്കെ. ഇത് നോക്കിയേ, ഇവന്റെ പേര് ഈൻ എന്നാണ്, ഇവന്റെ പേര് പ്രൊപ്പ് ഈൻ എന്നാണ്. നോക്കിയോ, ഇവരുടെ വ്യത്യാസം നോക്കിയേ. C2H4 ഉം C3H6 തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇതിന്റെ കൂടെ ഒരു CH2 കൂട്ടിയപ്പോഴാണ് ഇത് കിട്ടിയത്. ശരിയല്ലയോ? ആണ്, ഒരു CH2 ന്റെ വ്യത്യാസമുള്ള അവരൊപ്പം ഹോമോലോഗസ്. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ C4H8 എന്ന് വരും, അടുത്ത് നോക്കുക C5H10 എന്ന് വരും. മനസ്സിലായി? ഈ ഫാമിലിയുടെ അടുത്തടുത്ത മെമ്പർ എല്ലാവരും തമ്മിൽ ഒരു CH2 ന്റെ വ്യത്യാസമേ കാണത്തുള്ളൂ. കണ്ടോ? അപ്പൊ ഇവര് ഹോമോലോഗസ് സീരീസ് ആണ്. ഇനി ആൽക്കൈൻ ഫാമിലി എടുത്താലോ, ആൽക്കൈൻ ഫാമിലിയുടെ ജനറൽ ഫോർമുല CnH2n-2 ആണ്. ഓക്കെ. അപ്പം ഇതെടുക്കുകയാണെങ്കിൽ ഇവിടെയും ആൽക്കൈൻ ഫാമിലി എന്ന് പറയുമ്പോൾ 2 കാർബണിന്റെ ഇടയിൽ ട്രിപ്പിൾ ബോണ്ട് വേണം. അപ്പൊ അറ്റ്ലീസ്റ്റ് 2 കാർബണെങ്കിലും ഉണ്ടെങ്കിലേ ട്രിപ്പിൾ ബോണ്ട് വരത്തുള്ളൂ. അപ്പൊ N1 അല്ല, N2 ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. N = 2 എന്ന് പറയുമ്പോൾ C2H2 × 2 - 2. അപ്പം C2H4 - 2 C2H2, അത് ഈഥ് എന്ന് വരും. ഇനി if n = 3 ആണ്, അപ്പൊ ഇവിടെ C3H2 × 3 - 2 എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ C3H6 - 2 ആണ്. 6 - 2 എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാ? 4. C3H4 ആണ്. ഓക്കെ. ഇത് പ്രൊപ്പൈൻ എന്ന് പറയും. ഞാൻ 2 എണ്ണം എഴുതുന്നുള്ളൂ തൽക്കാലം, ഇനി അങ്ങോട്ടേക്ക് എത്ര വേണേ എഴുതാം. ഓക്കെ. ഇവർ തമ്മിൽ C2H2 ഉം C3H4 തമ്മിലുള്ള വ്യത്യാസം എന്താ? C2 C3 ആയി ഒരെണ്ണം കൂടി, H2 H4 ആയി രണ്ടെണ്ണം കൂടി. അപ്പം ഇവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു CH2 ന്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ ഒരേ ഫാമിലിയിൽപ്പെട്ട ആൾക്കാർ, അടുത്തടുത്തുള്ള ഗ്രൂപ്പുകൾ മെമ്പേഴ്സ് തമ്മിൽ ഒരു CH2 ന്റെ വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ ഏകദേശ പ്രോപ്പർട്ടീസ്, ഫിസിക്കൽ പ്രോപ്പർട്ടി, കെമിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം ഒരേ ഫാമിലിയിലുള്ളവരുടെ എല്ലാം ഒരുപോലെ ആയിരിക്കും എന്നുള്ള കാര്യം ആലോചിക്കുക. ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ഹോമോലോഗസ് സീരീസ് എന്ന് പറയുന്നത്. പിന്നെ ഈ മോളിൽ താഴോട്ട് വരുന്ന സമയത്ത്, അതായത് മീഥൈൻ, ഈഥൈൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ, ഈഥീൻ, പ്രൊപ്പീൻ, ബ്യൂട്ടീൻ, പെന്റീൻ, ഈഥൈൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ, പെന്റൈൻ, മോളിൽ താഴോട്ട് വരുമ്പോഴത്തേക്കും അവരുടെ മെൽറ്റിംഗ് പോയിന്റ് കൂടും, ബോയിലിംഗ് പോയിന്റ് കൂടും, ഡെൻസിറ്റി കൂടും. ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് എല്ലാം ഏറ്റവും കാർബൺ കുറവുള്ളവർക്ക് കുറവും, കാർബൺ കൂടുന്നതിനനുസരിച്ച് അവർ ഇത് കൂടിക്കൊണ്ടിരിക്കും എന്നുള്ള കാര്യം കൂടെ ആലോചിക്കാം. അതേപോലെ സിഗ്നിഫിക്കൻസ് ഓഫ് ഹോമോലോഗസ് സീരീസും കൂടെ ഒന്ന് നോക്കി വെക്കുക. അതായത് പേജ് നമ്പർ 190 ഞാൻ എഴുതുന്നില്ല. സിഗ്നിഫിക്കൻസ് ഓഫ് ഹോമോലോഗസ് സീരീസ് എന്ന് പറയുമ്പോൾ നേച്ചർ ഓഫ് എനി മെമ്പർ ഓഫ് ഫാമിലി ഓഫ് കോമ്പൗണ്ട് ക്യാൻ ബി അസർട്ടഡ്. നമുക്കറിയാം, ഒരു മെമ്പറിനെ മനസ്സിലാക്കാൻ സാധിക്കുകഴിഞ്ഞാൽ ആ ഫാമിലിയുള്ള എല്ലാവരുടെയും പ്രോപ്പർട്ടീസ് ഏകദേശം നമുക്ക് ഒരുപോലെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. 2, ഇറ്റ് ഹെൽപ് ടു പ്രെഡിക്ട് ദ പ്രോപ്പർട്ടീസ് ഓഫ് ഈവൻ ദോസ് മെമ്പേഴ്സ് ഓഫ് സീരീസ് ദാറ്റ് ആർ യെറ്റ് ടു ബി പ്രിപ്പയർഡ്. അതായത് ഇപ്പൊ നമുക്ക് 10 വരെ അറിയത്തുള്ളൂ, എന്നാൽ 20ാമത്തെ മെമ്പറുടെ സ്വഭാവം വരെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. കാരണം എന്താ? 20ാമത്തെ മെമ്പർ ആ ഫാമിലിയിൽ തന്നെ ആണെങ്കിൽ അതേ സ്വഭാവം തന്നെ കാണിക്കുള്ളൂ. മനസ്സിലായോ? പിന്നെ നോളജ് ഓഫ് ഹോമോലോഗസ് സീരീസ് ഈസ് യൂസ്ഫുൾ ഫോർ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ഓർഗാനിക് കെമിസ്ട്രി സിൻസ് ഇറ്റ് സേവ് ലേണിംഗ് ടൈം. ശരിയല്ലേ? അതായത് നമ്മളിപ്പോ ഓരോന്നനുസരിച്ച് മീഥൈൻ കഴിഞ്ഞ്, ഈഥൈൻ കഴിഞ്ഞ്, ബ്യൂട്ടൈൻ കഴിഞ്ഞ്, പെന്റൈൻ, അത് നമുക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം മീഥൈൻ പഠിച്ചു കഴിഞ്ഞാൽ അടുത്തത് ഡെക്കേൻ മീൻസ് 10 കാർബണുള്ളൂ, അതിനെ പറ്റി പഠിച്ചു. പിന്നെ വീണ്ടും ബ്യൂട്ടൻ, അങ്ങനെ പഠിക്കുന്നതിന് ഭേദം സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരെണ്ണം ചിലപ്പം ഒരേ പ്രോഡക്റ്റ്, ഒരേ റിയാക്റ്റന്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇച്ചിരി ഡിഫറൻസ് ഒക്കെ ആയിരിക്കും ഓരോരുത്തർ കാണിക്കുന്നത്. അതിനെപ്പറ്റിയൊക്കെ പഠിച്ചു പോകുമ്പോൾ നമുക്കത് വ്യക്തമായിട്ടുള്ള ഒരു പഠന രീതി, അതായത് ടൈം സേവ് ചെയ്യാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ് അതിന്റെ സിഗ്നിഫിക്കൻസ്. ഇനി നമ്മൾ ഇതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഇതിലേക്ക് കയറുവാണ്, നോമൻക്ലേച്ചർ. നോമൻക്ലേച്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിരിക്കണം. വളരെ 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 ഇമ്പോർട്ടന്റ്. ഹെഡിങ് എഴുതിക്കോളൂ, നോമൻക്ലേച്ചർ. അതായത് പേരിടി.
ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ആ ട്രിക്ക് വെച്ചിട്ട് ഒന്ന് ഓർത്ത് വെച്ചോളൂ. ഇത് നെയിം ചെയ്യേണ്ട ഒരു രീതിയാണ്. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം എന്റെ പേര് വിശാൽ വി പൈ, 3 പാർട്ടായിട്ട് എഴുതുന്നത്. അതേപോലെ തന്നെ എന്താണ് ആരോയുടെ പേര് ആരോൺ സിം എബ്രഹാം. അതേപോലെ തന്നെ എന്താ നമ്മുടെ ദിവ്യയുടെയും അതേപോലെ തന്നെ 3 പാർട്ട്. ദിവ്യയുടെ ഫുൾ നെയിം എന്താ ദിവ്യ? ദിവ്യ മെറിൻ ജോൺ. ആ, ദിവ്യ മെറിൻ ജോൺ. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ അഭിനവിന്റെ ഫുൾ നെയിം എന്താ? അഭിനവുണ്ടോ ഇവിടെ? കേൾക്കാവോ? ആ, പറഞ്ഞോ. അഭിനവ് നന്ദകുമാർ. ആ, അഭിനവ് നന്ദകുമാർ. ഓക്കെ. അപ്പൊ അതേപോലെ തന്നെ ഓരോരുത്തരും ഇപ്പൊ സനയുടെ ആണെങ്കിൽ സനയുടെ ഫുൾ നെയിം സനാജി അല്ലേ? അതെ സർ. ഓക്കെ. അപ്പം ഓരോ ഇപ്പം ഉണ്ടോ രണ്ട് പാർട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം നന്ദവും നമ്മുടെ അഭിനവും അതേപോലെ സനയും രണ്ട് പാർട്ടുള്ള ആൾക്കാർ, 2 പാർട്ട് നെയിമുള്ള ആൾക്കാരാണ്. പക്ഷെ ആരോണും അതേപോലെ തന്നെ എന്താണ് ദിവ്യയും ഇപ്പൊ ഞാനും 3 പാർട്ടുള്ള ആൾക്കാർ. അതേപോലെ തന്നെ ഓർഗാനിക് കൊണ്ടും 2-3 പാർട്ട് പേരുണ്ട്. പക്ഷെ ഓരോ പാർട്ടിനും ഓരോ രീതികളുണ്ട് നെയിം ചെയ്യുന്നതിന്. അപ്പൊ നമുക്ക് ആദ്യം എപ്പോഴും ആലോചിക്കണം, നിങ്ങളുടെ ടെക്സ്റ്റിനകത്തെ പോലെയല്ല പഠിപ്പിക്കുന്നത്. ഇങ്ങനെയാണ്. ആദ്യം പ്രൈമറി പ്രിഫിക്സ്. പ്രൈമറി ഞാൻ പറഞ്ഞിട്ട് എഴുതാവേ. പ്രൈമറി പ്രിഫിക്സ്. അടുത്തത് സെക്കൻഡറി പ്രിഫിക്സ്. സെക്കൻഡറി പ്രിഫിക്സ്. പിന്നെ വേർഡ് റൂട്ട്. പിന്നെ പ്രൈമറി സഫിക്സ്. അതായത് പ്രൈമറി പ്രിഫിക്സ് പ്ലസ് സെക്കൻഡറി പ്രിഫിക്സ് പ്ലസ് വേർഡ് റൂട്ട് പ്ലസ് പ്രൈമറി സഫിക്സ് പ്ലസ് സെക്കൻഡറി സഫിക്സ്. ഒരു ഓർഗാനിക് കോമ്പൗണ്ട് നെയിം ചെയ്യുമ്പോൾ ഇത്രയും അതായത് ഇതൊക്കെ ഇനിഷ്യൽസ് ആണെന്ന് വിചാരിച്ചു. ഇപ്പം വിശാൽ വി പൈ. അപ്പം അതേപോലെ തന്നെ പ്രൈമറി പ്രിഫിക്സ് ഉണ്ടാവണം, സെക്കൻഡറി പ്രിഫിക്സ് ഉണ്ടാവണം, വേർഡ് റൂട്ട് ഉണ്ടാവണം, പ്രൈമറി സഫിക്സ് ഉണ്ടാവണം, സെക്കൻഡറി സഫിക്സ് ഉണ്ടാവണം. ഇത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. എന്നാലും ഈ 2 എണ്ണം എല്ലാവർക്കും ഉണ്ടാവും. വേർഡ് റൂട്ടും പ്രൈമറി സഫിക്സും എല്ലാവർക്കും ഉണ്ടാവും. ബാക്കിയുള്ളവർക്കെല്ലാം ഓരോരുത്തർ വരുന്നതിനനുസരിച്ച് മാറും. ഓക്കെ ആണല്ലോ? അപ്പൊ ഞാൻ ഇതിനകത്ത് എന്തൊക്കെയാ വരുന്നതെന്ന് പറഞ്ഞുതരാം. നോക്കിക്കോളൂ. പ്രൈമറി പ്രിഫിക്സിനകത്ത് ആൽക്കൈൽ ഗ്രൂപ്പ് വല്ല ബ്രാഞ്ചുകൾ വല്ലതും ഉണ്ടെങ്കിൽ ഇവിടെ വരുന്നത്. അതായത് ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ബ്രാഞ്ച്. അതേപോലെ തന്നെ എന്താണ് ആൽക്കൈൽ ഗ്രൂപ്പ്. പിന്നെ എന്താണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളതിനകത്ത് ആൽക്കൈൽ ഗ്രൂപ്പ്. പിന്നെ അതേപോലെ തന്നെ അയഡിൻ ഉണ്ടെങ്കിൽ അയഡോ എന്ന് പറയും. ക്ലോറിൻ ഉണ്ടെങ്കിൽ ക്ലോറോ എന്ന് പറയും. ബ്രോമിൻ ഉണ്ടെങ്കിൽ ബ്രോമോ എന്ന് പറയും. അതേപോലെ തന്നെ അയഡോ, ക്ലോറോ, ബ്രോമോ. അതേപോലെ തന്നെ അയഡോ, ക്ലോറോ, ബ്രോമോ. പിന്നെന്താ ഫ്ലൂറോ. ഇതെല്ലാം എന്താ ഇവിടെ വരുന്നത്. ഫ്ലൂറോ ഇവിടെ വരുന്നത്. ഓക്കെ. ഈ സെക്കൻഡറി പ്രിഫിക്സിനകത്ത് സൈക്ലിക് ഗ്രൂപ്പ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ സൈക്ലോ എന്ന് പറയുന്ന വേർഡ് തന്നെ ഇവിടെയാണ് വരുന്നത്. ഓക്കെ. വേർഡ് റൂട്ടിനകത്ത് ഒരു കാർബണേ ഉള്ളെങ്കിൽ അവനെ മെത്തെന്നും, ഇനി എഴുതിയെടുത്തോട്ടെ, 2 കാർബൺ അല്ലെങ്കിൽ ഇത് ശ്രദ്ധിച്ചിട്ടോ, ഇപ്പം ആദ്യം എഴുതാൻ പോണ്ട. 2 കാർബൺ ഉണ്ടെങ്കിൽ അവനെ എത്തെന്നും, 3 കാർബൺ ഉണ്ടെങ്കിൽ അവനെ പ്രൊപ്പെന്നും, 4 കാർബൺ ഉണ്ടെങ്കിൽ അവനെ ബ്യൂട്ടെന്നും, 5 കാർബൺ ഉണ്ടെങ്കിൽ അവനെ പെന്റ് എന്നും, 6 കാർബൺ ഉണ്ടെങ്കിൽ മിഷലെ ഒരു 2 പേജിനുള്ളത് പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം നോമൻക്ലേച്ചർ ഇമ്പോർട്ടന്റ് ആണ്. ഇതുവരെ പഠിപ്പിച്ചതിനകത്ത് ഇപ്പൊ ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഒന്ന് നോക്കിക്കോ. ഇപ്പം നോമൻക്ലേച്ചർ പ്രൈമറി നോമൻക്ലേച്ചർ നമുക്കൊക്കെ ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ 3 പാർട്ടും 2 പാർട്ടും 1 പാർട്ടും ഒക്കെ നിയമമുള്ള ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ഓർഗാനിക് കോമ്പൗണ്ട് 2 പാർട്ടും 3 പാർട്ടും 4 പാർട്ടും ഒക്കെ ഉള്ള ആൾക്കാരുണ്ട്. അപ്പൊ അതില് ജനറലി ഈ പാർട്ടുകളെല്ലാം നമ്മൾ ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് പ്രൈമറി പ്രിഫിക്സ്, സെക്കൻഡറി പ്രിഫിക്സ്, വേർഡ് റൂട്ട്, പ്രൈമറി സഫിക്സ്, സെക്കൻഡറി സഫിക്സ്. നിങ്ങളുടെ ടെക്സ്റ്റിനകത്തെ പോലെയല്ല പഠിപ്പിക്കുന്നത്. ഇത് ജനറൽ രീതിയാണ്. അതിൽ ഈ പ്രൈമറി എപ്പോഴും ആലോചിക്കണം, ഈ എല്ലാ ഓർഗാനിക് കോമ്പൗണ്ടിനും ഈ എല്ലാ ആളും കാണുമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ എല്ലാ ഓർഗാനിക് കോമ്പൗണ്ടും ഈ 2 കൺസെപ്റ്റ് കാണും. അതായത് വേർഡ് റൂട്ടും കാണും, പ്രൈമറി സഫിക്സും കാണും. ബാക്കിയുള്ള എല്ലാം ഓരോ ആൾക്കാർ വരുന്നതിനനുസരിച്ച് എന്താണ് മാറിക്കൊണ്ടിരിക്കും.
അതിൽ പ്രൈമറി പ്രിഫിക്സിനകത്ത് നമ്മൾ സാധാരണ വരുമ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പുകൾ, അതായത് മീഥൈല്, ഈഥൈല്, പ്രൊപ്പൈല്, അത് വേണമെങ്കിൽ ഒന്ന് എഴുതിക്കോ. മീഥൈല് ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് എഴുതിയിട്ട് താഴോട്ട് മീഥൈൽ, ഈഥൈൽ, മീഥൈല്, അതേപോലെ തന്നെ ഈഥൈല്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ആൽക്കൈൽ ഗ്രൂപ്പ് ബ്രാഞ്ചിനകത്താണ് എഴുതുന്നത്. പിന്നെ അവിടെ അയഡോ, ക്ലോറോ, ബ്രോമോ, ഫ്ലൂറോ എല്ലാം അവിടെയാണ് വരുന്നത്. ഇനിയും സൈക്ലിക് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെയൊക്കെ വരച്ചില്ല, സൈക്ലോ പ്രൊപ്പൈൻ കണ്ടോ. അപ്പൊ സൈക്ലിക് ആയിട്ടുള്ള ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മൾ ആ സെക്കൻഡറി പ്രിഫിക്സിനകത്താണ് അവന്റെ നെയിം എഴുതുന്നത്. അപ്പം പ്രിഫിക്സ് കഴിഞ്ഞിട്ട് അവന്റെ സെക്കൻഡറി പ്രിഫിക്സ് എഴുതിയിട്ട് വേർഡ് റൂട്ട് എഴുതുന്ന സമയത്ത് ഒരു കാർബൺ ആണെങ്കിൽ മെത്ത്, 2 കാർബൺ ആണെങ്കിൽ എത്ത്, 3 കാർബൺ ആണെങ്കിൽ പ്രൊപ്പ്, 4 കാർബൺ ആണെങ്കിൽ ബ്യൂട്ട്, 5 കാർബൺ ആണെങ്കിൽ പെന്റ്, 6 കാർബൺ ആണെങ്കിൽ ഹെക്സ്, 7 കാർബൺ ആണെങ്കിൽ ഹെപ്റ്റ്, 8 കാർബൺ ആണെങ്കിൽ ഒക്റ്റ്, 9 കാർബൺ ആണെങ്കിൽ നണ്ണ്, 10 കാർബൺ ആണെങ്കിൽ ഡെക്ക്. ഓക്കെ ആണല്ലോ. പിന്നെ പ്രൈമറി സഫിക്സിനകത്ത് വരുന്നത് സിംഗിൾ ബോണ്ട് ആണോ, ഡബിൾ ബോണ്ട് ആണോ, ട്രിപ്പിൾ ബോണ്ട് ആണോ എന്നുള്ള കൺസെപ്റ്റ് ആണ്. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ, അതായത് സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അവിടെ എന്ത് വരും എന്നറിയാമോ? ANE എന്ന് വരും. ANE, പേരിന് അവസാനം ANE. ഡബിൾ ബോണ്ട് ആണെങ്കിൽ എന്ത് വരും എന്നറിയോ? ഡബിൾ ബോണ്ട് ആണെങ്കിൽ എന്ത് വരും എന്നറിയോ? ENE എന്ന് വരും. ENE. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ എന്ത് വരും എന്നറിയോ? ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ YNE എന്ന് വരും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്? വേർഡ് റൂട്ടും പ്രൈമറി സഫിക്സും അത് ഏതൊരു ഓർഗാനിക് കോമ്പൗണ്ട്, ഇവർ രണ്ടുപേരും ഇല്ലാതെ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ഇല്ല. ഓർഗാനിക് കോമ്പൗണ്ടിനെ നെയിം ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ളതെല്ലാം ഓപ്ഷണലാണ്. പിന്നെ ഈ ലാസ്റ്റ് സെക്കൻഡറി സഫിക്സിനകത്ത് വരുന്നവരെല്ലാം ഫങ്ഷണൽ ഗ്രൂപ്പുകളാണ്. നമ്മളിപ്പോ പഠിച്ചായിരുന്നു ഫങ്ഷണൽ ഗ്രൂപ്പുകളെ പറ്റി. ഏതൊക്കെയാണെന്ന് പറഞ്ഞില്ല, അത് ഇവിടെ വരുമ്പോൾ പറയാൻ വേണ്ടിയാണ്. ഇവിടെ എല്ലാം ഫങ്ഷണൽ ഗ്രൂപ്പുകളാണ് വരുന്നത്. ഫങ്ഷണൽ ഗ്രൂപ്പിനകത്ത് OH എന്ന് പറയുന്ന ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ അവൻ ആൽക്കഹോൾ ഗ്രൂപ്പ് ആയിരിക്കും. ആൽക്കഹോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഇപ്പം CH4 ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് വേറൊരാൾ വന്ന് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് അവനെ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയും. ആ വരുന്ന അറ്റാച്ച് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ഈ OH, ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയാം. ഓക്കെ, ആൽക്കഹോൾ ആയി. ഈ പേരിന് അവസാനം നമ്മൾ അവരെ നെയിം ചെയ്യുന്ന സമയത്ത് പേരിന് അവസാനം OL ചേർക്കണം. OL. അടുത്തത് CHO വരാം. CHO എന്ന് പറയുമ്പോൾ അവനെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് എന്ന് പറയും. ആൽഡിഹൈഡ് ഗ്രൂപ്പ് എന്ന് പറയും. പേരിന് അവസാനം നമ്മൾ AL ചേർക്കണം. പേരിന് അവസാനം AL. അടുത്തത് CO, C ഡബിൾ ബോണ്ടോ, 2 സൈഡിലും ആൽക്കൈൽ ഗ്രൂപ്പ്. ഇങ്ങനെ വന്നാൽ ഇവര് കീറ്റോൺ ഗ്രൂപ്പ് ആണ്. കീറ്റോൺ ഗ്രൂപ്പ്. പേരിന് അവസാനം ONE ചേർക്കണം. അതേപോലെ തന്നെ COOH, ഇത് കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് എന്ന് പറയും. കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് ആണ്. പേരിന് അവസാനം ഓയിക് ആസിഡ് എന്ന് ചേർക്കണം. ഓയിക് ആസിഡ് ചേർക്കണം. പിന്നെ ഈ ഹാലജൻസും ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്. പക്ഷെ ഹാലജൻസിനെ സെക്കൻഡറി സഫിക്സ് ആയിട്ടല്ല നമ്മൾ എഴുതുന്നത്, പകരം പ്രൈമറി പ്രിഫിക്സ് ആയിട്ട് അയഡോ, ക്ലോറോ, ഫ്രണ്ടിലെ പേരിന്റെ ഫ്രണ്ടിൽ വേണം അതിനെ എഴുതാൻ. നമ്മൾ ശരിക്കും ഇവിടെ ആയിരുന്നു ഫങ്ഷണൽ ഗ്രൂപ്പുകളെല്ലാം വരേണ്ടത്. ഹാലജൻസും ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്, പക്ഷെ അതിനൊരു എക്സെപ്ഷൻസ് ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒന്ന് ഓർത്ത് വെക്കുക എന്നുള്ളതാണ്. ഞാൻ ചെറുതാക്കാം, എഴുതാനുള്ള എഴുതിയെടുത്ത്. ഇത് മസ്റ്റ് ആണ്. ഇത് വെച്ച് നമ്മൾ നെയിമിംഗ് പഠിക്കാൻ പോവാണ്. നെയിമിംഗ് കൂടെ കഴിഞ്ഞ് ഈ സെഷൻ തീരും. നമ്മൾ ഒരു 7:30 വരെ ഇന്ന് ക്ലാസ് എടുക്കും. നമുക്കിന്ന് മാക്സിമം തീർക്കണം. ചെറുതാക്കാം, എഴുതിയെടുത്തോളൂ. അപ്പം ഒരു ഓർഗാനിക് കോമ്പൗണ്ട് നെയിം ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് അതിന് പ്രൈമറി പ്രിഫിക്സ് ആയിട്ട് എഴുതുന്ന ആൾക്കാർ വല്ലതും ഉണ്ടോ, പിന്നെ സെക്കൻഡറി പ്രിഫിക്സ് ഉണ്ടോ. ഇവരുണ്ടെങ്കിൽ അവരെ കൊടുത്തിട്ട് വേർഡ് റൂട്ട് എഴുതുക. വേർഡ് റൂട്ട് എഴുതിയിട്ട് പ്രൈമറി സഫിക്സ് എഴുതുക. പ്രൈമറി സഫിക്സ് കഴിഞ്ഞിട്ട് സെക്കൻഡറി സഫിക്സ് ഉണ്ടെങ്കിൽ മാത്രം സെക്കൻഡറി സഫിക്സ് എഴുതുക. മനസ്സിലായോ? പിന്നെ ഇതിനകത്ത് ഈതറും കൂടെ ഉണ്ട്. അതായത് ഈതറിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ്, ഈതറും ഫങ്ഷണൽ ഗ്രൂപ്പാണ്.
അവനെ നമ്മൾ ജനറലി എഴുതുന്നത് COOR എന്നാണ് എഴുതുന്നത്. ഇത് ഈതർ ആണ്. ഈതർ ആൽക്കോക്സി ഗ്രൂപ്പ് എന്ന് എഴുതാൻ വേണ്ടി. ആൽക്കോക്സി ഗ്രൂപ്പ് അല്ല, COOR വേണ്ട, ഇങ്ങനെ എഴുതിയാൽ മതി. ROR, ആറിന് നമ്മൾ ആൽക്കൈൽ ഗ്രൂപ്പ് എന്നാണ്. ഇത് ആൽക്കോക്സി ഗ്രൂപ്പ് ആണ്. ആൽക്കോക്സി അതെങ്ങനെയാ എഴുതുന്നതെന്ന് പറഞ്ഞുതരാം. ആൽക്കോക്സി അവിടെ നിൽക്കട്ടെ. എഴുതിയോ? മിഷേൽ എഴുതിയോ? ഓക്കെ, ബാക്കിയുള്ള എല്ലാവരും എഴുതിയോ? സോറി, അഭിനവ് എഴുതിയോ? എഴുതി. നമ്മുടെ സന, ദിവ്യ, ആരോൺ എഴുതി. ആ ഓക്കെ. സന എഴുതിയോ? സന ആ ഓക്കെ. അപ്പൊ നമുക്ക് ഇനി നെയിമിങ് പെട്ടെന്ന് നോക്കാം. നോക്കിയോളൂ. ഞാനൊരു CH3 CH2 CH3 നോക്കിയോ. നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇവന്റെ അകത്ത് പ്രൈമറി പ്രിഫിക്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടോ, അതായത് ആൽക്കൈൽ ഗ്രൂപ്പുകൾ വല്ലതും ഉണ്ടോ? ഈതൈൽ മീതൈൽ വല്ലതും ഉണ്ടോ? അയഡോ ക്ലോറോ ബ്രോമോ ഒക്കെ ഉണ്ടോ? ഇല്ല. സൈക്ലോ ഉണ്ടോ? ഇല്ല. കാരണം ഇവിടെ സ്ട്രേറ്റ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കല്ലേ, അയ്യോ വേണ്ട ഇവിടെ ഒരു CH3 ഇല്ലേ, ഇത് മീതൈൽ അല്ലേ? അങ്ങനെയല്ല, ഇത് മെയിൻ ചെയിന്റെ ഭാഗമാണ്. മെയിൻ ചെയിന്റെ അവിടെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് കണ്ടോ. ഇപ്പൊ ഇങ്ങോട്ടൊരു CH3 വന്നു കഴിഞ്ഞാൽ അവൻ ബ്രാഞ്ചാ. മനസ്സിലായോ? അപ്പൊ അവനെ ബ്രാഞ്ച് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് മീതൈലായിട്ടൊക്കെ ട്രീറ്റ് ചെയ്യണം. പക്ഷെ നിലവിൽ ഇപ്പൊ ഇവൻ സ്ട്രേറ്റ് ആ. ലോങ്സ്റ്റ് ചെയിൻ ഇപ്പോഴും മെയിൻ വേർഡ് റൂട്ടിനകത്താണ് വിടുന്നത്. അപ്പൊ ഇവിടെ കാർബൺ ആറ്റത്തിനെ നമ്പർ ചെയ്യണം. അപ്പൊ നമുക്ക് എങ്ങനെ വേണം? 1 2 3 നമ്പർ ചെയ്യുമ്പോൾ എപ്പോഴും ലോങ്സ്റ്റ് കാർബൺ ആറ്റം എടുക്കും. 3 കാർബൺ ഉള്ളതുകൊണ്ട് തന്നെ വേർഡ് റൂട്ട് എന്ന് പറയുന്നത് പ്രൊപ്പ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. പ്രൊപ്പ്. ഓക്കെ. ഇനി എല്ലാ കാർബണിന്റെ ഇടയിൽ സിംഗിൾ ബോണ്ട് ആണ്. അപ്പൊ നമുക്ക് എന്താ? പ്രൊപ്പ് A. കണ്ടോ, ഇതാണ് ഇതിന്റെ പേര്. എഴുതിക്കോളൂ, പറഞ്ഞുതരാം. അടുത്തത് നോക്കിയോ. CH3 CH2 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 CH3. അപ്പൊ നിങ്ങൾ ചോദിക്കോ ഇതിനിടയിൽ ബോണ്ട് ഇട്ടില്ലല്ലോ. ഇങ്ങനെ തന്നാലും അതിനർത്ഥം അതിനിടയിൽ ഒരു സിംഗിൾ ബോണ്ട് ഉണ്ടെന്നാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെ തരില്ലായിരിക്കും. തന്നാലും തന്നില്ലെങ്കിൽ അതിനിടയ്ക്ക് സിംഗിൾ ബോണ്ട് ഉള്ള കാര്യം ആലോചിച്ചോണം. ഡബിൾ ബോണ്ട് ആണെങ്കിൽ എടുത്ത് തരും. ഒന്നും ഇട്ടില്ലെങ്കിൽ അത് സിംഗിൾ ബോണ്ട് എന്നർത്ഥം. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ കാർബൺ ആറ്റം നമ്പർ 1 2 3 4 5 5 കാർബൺ വേർഡ് റൂട്ട്. കാരണം പ്രൈമറി പ്രിഫിക്സും പ്രൈമറി സെക്കൻഡറി പ്രിഫിക്സും ഒന്നും ഇല്ല ഇതിന്. എല്ലാം ലോങ് ചെയിൻ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വേർഡ് റൂട്ട് മാത്രം. വേർഡ് റൂട്ട് പെൻഡ്. പിന്നെ പ്രൈമറി സഫിക്സ് ഉണ്ട്, അത് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് പെൻഡ് A. ഓക്കെ. ഇനി നോക്കിയോ, ഞാൻ CH3 CH2 CH3 കണ്ടോ, ഇവിടെ ഒരു CH3 കണ്ടോ. ഇതിപ്പോ ബ്രാഞ്ച് ഫോം ചെയ്തു. ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു മരം, ഇതാണ് മരം. ഈ മരത്തിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ എന്താ? അത് ബ്രാഞ്ചാ. ഇങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ എന്താ? ബ്രാഞ്ചാ. അത് മെയിൻ അല്ല, ബ്രാഞ്ചാണ്. അപ്പൊ ഇതിനെ മെയിൻ മരമായിട്ട് സെലക്ട് ചെയ്തിട്ട് എന്താണ് ബ്രാഞ്ച് ആയിട്ട് എടുക്കും. അപ്പൊ ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ചിലപ്പം ഈ മരത്തിന്റെ ബ്രാഞ്ച് മെയിൻ എന്താണ് തടി പോകുന്നത് ഇങ്ങനെ വന്നിട്ട് ചിലപ്പം ഇവിടെ വന്ന് ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. ഇങ്ങനെ പോയിട്ട് ചിലപ്പോൾ ഈ മരം ഇങ്ങനെ ആയിരിക്കും നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ നിന്നൊരു എന്താണ് ഒരു ഇതായിരിക്കും. അപ്പൊ നിങ്ങൾ ഇത് മെയിൻ മരമായിട്ട് എടുക്കുക. കണ്ടോ, ഇത് ഇവിടുന്ന് ബ്രാഞ്ചാ. ഇങ്ങനെ വരുവാണെങ്കിലും നമ്മൾ ഏത് മെയിൻ ചെയിൻ ആയിട്ട് ഏതെടുക്കണം? കണ്ടോ, ഇത് തന്നെ എടുക്കണം. മനസ്സിലായോ? അപ്പൊ ലോങ്സ്റ്റ് ചെയിൻ ഏതാണോ അത് വേണം നമ്മളായിട്ട് മെയിൻ ആയിട്ട് എടുക്കാൻ. ബാക്കിയുള്ളത് ബ്രാഞ്ച് ആയിട്ട് എടുക്കണം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ നിലവിൽ കാർബൺ ആറ്റത്തിനെ നമ്പർ ചെയ്യണം. കാരണം ബ്രാഞ്ച് ഉള്ളത്, ബ്രാഞ്ചിന് ചെറിയ നമ്പർ കിട്ടുന്ന രീതി വേണം നമ്പർ ചെയ്യാനായിട്ട് തുടങ്ങാൻ. അപ്പൊ ഇവിടെ നിന്ന് എണ്ണി കഴിഞ്ഞാൽ 1 2 3 4 മൂന്നാമത്തേലാണ് ബ്രാഞ്ച് വന്നിരിക്കുന്നത്. പക്ഷെ തിരിച്ചെണ്ണിയാലോ? തിരിച്ചെണ്ണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കിക്കോളൂ, 1 2 3 4 കണ്ടോ, രണ്ടാമത്തേലാണ് ബ്രാഞ്ച്. അപ്പൊ ഇവിടെ ബ്രാഞ്ചിന് കുറവ് നമ്പർ കിട്ടുന്നത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ഇടുമ്പോഴാണ്. അപ്പൊ അത് ഫിക്സ് ചെയ്യണം. ഓക്കെ ആണല്ലോ. അപ്പം ഇവിടെ എന്തായാലും ബ്രാഞ്ച് വന്നു. ബ്രാഞ്ച് ഏതാ വന്നിരിക്കുന്നത്? CH3 ആ. CH3 എന്ന് പറഞ്ഞ ബ്രാഞ്ച് എന്താ? CH3 എന്ന് പറഞ്ഞ ബ്രാഞ്ച് ഇതാണ് നമ്മൾ ഇവിടെ എഴുതിയായിരുന്നു. അത് വേണമെങ്കിൽ അവിടെ എഴുതിയിട്ടോ. അതായത് ഇവിടെ CH3 വരുമ്പോഴാണെങ്കിൽ മീതയില്, CH2 CH3 വരുമ്പോഴാണ് ഈതയില്. ഓക്കെ.
അപ്പൊ നോക്കിയോ, അപ്പൊ ഇവിടെ മീത്തൈൽ ബ്രാഞ്ച് ആണ്. മീതൈൽ വരുവാണെങ്കിൽ അവനെ എവിടെ കൊടുക്കുന്നത്? പേര് ഏറ്റവും ആദ്യം അവനെ മെൻഷൻ ചെയ്യണം. ഓക്കെ, അപ്പൊ ആൾക്ക് പ്രൈമറി പ്രിഫിക്സ് ആയിട്ടാണ് അവൻ എഴുതുന്നത്. അപ്പം ഇവന്റെ പേര് എഴുതുമ്പോൾ നോക്കിയോളൂ, രണ്ടാമത്തേല് മീതൈൽ ഗ്രൂപ്പ്. അപ്പം 2 മീത്തൈൽ എന്താണെന്നറിയോ, അതിന്റെ പൊസിഷൻ കൂടെ പറയണം. എത്രാമത്തെ മീതൈൽ എത്രാമത്തെ ഇതിലാണ് മീതൈൽ ഗ്രൂപ്പ് ഒന്നും കൂടെ എഴുതണം. അപ്പൊ 2 മീതൈൽ എത്ര കാർബൺ ഉണ്ട് മെയിൻ ചെയിനില്? 1 2 3 4 ബ്യൂട്ട്, വേർഡ് റൂട്ട് ബ്യൂട്ട്. കാരണം ഇവിടെ പ്രൈമറി പ്രിഫിക്സ് കഴിഞ്ഞ് സെക്കൻഡറി പ്രിഫിക്സ് ഇല്ല, പിന്നെ വേർഡ് റൂട്ടാണ്. വേർഡ് റൂട്ടിൽ 4 കാർബൺ ബ്യൂട്ട്. പിന്നെ അടുത്ത നമ്മൾ സെലക്ട് ചെയ്തത് എന്താ? സഫിക്സ് ആണ്, അതായത് പ്രൈമറി സഫിക്സ് ആണ്. പ്രൈമറി സഫിക്സ് എന്ന് പറയുമ്പോൾ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ബ്യൂട്ടൈൻ എന്ന് എഴുതാം. 2 മീതൈൽ ബ്യൂട്ടൈൻ. അറിയാത്തവർ ചോദിക്കണം, ഡൗട്ട് ഉള്ളവർ ചോദിച്ചേ പറ്റുള്ളൂ, അല്ലാതെ ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. CH3 CH2 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 CH3. ഇവിടെ ഒരു CH3 തന്നു, ഇവിടെ ഒരു CH3 തന്നു. ഇപ്പോഴോ മിഷേൽ എന്ന് പറയാമോ? മിഷേൽ ഇവിടെ ഉണ്ടോ? ഉണ്ട്, നോക്കുക. ഇവിടെ മെയിൻ ചെയിൻ ഏതാ? നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് എടുത്താൽ മതിയോ, അതോ നേരത്തെ ഇങ്ങനെ മരം ഇങ്ങനെ വളച്ചെടുത്ത പോലെ ഇങ്ങനെ എടുക്കണോ? സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കുമ്പോ എത്ര കാർബൺ ഉണ്ട് അതിനകത്ത്? 7. 7. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം, അതേപോലെ തന്നെ വേണമെങ്കിൽ ഇങ്ങനെയും എടുക്കാം, വേണമെങ്കിൽ ഇങ്ങനെയും എടുക്കാം. അപ്പൊ മെയിൻ ചെയിൻ നമുക്ക് എങ്ങനെ വേണേൽ എടുക്കാം. പക്ഷെ മെയിൻ ചെയിൻ സെലക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റംസ് ഉണ്ടായിരിക്കണം, അതാണ് ക്രൈറ്റീരിയ. അപ്പൊ ഇവിടെ മെയിൻ ചെയിൻ നമ്മൾ ഇത് സെലക്ട് ചെയ്തു. അപ്പം ഇവിടെ എത്ര ബ്രാഞ്ച് ഉണ്ട്? ഇപ്പം 2 ബ്രാഞ്ച്. ഇതും ബ്രാഞ്ചാണ്, ഇതും ബ്രാഞ്ചാണ് അല്ലേ? ഇത് മെയിൻ ചെയിൻ ആണ്. പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതല്ല, നിങ്ങൾക്ക് ഇപ്പൊ അവിടെ ഇങ്ങനെ എഴുതിയിട്ടാലും കുഴപ്പമില്ല. ഇത് മെയിൻ ചെയിൻ ആണ്, ഇത് രണ്ടും ബ്രാഞ്ചാണ്, ഇതും ബ്രാഞ്ചാണ്, അതേപോലെ തന്നെ ഇതും ബ്രാഞ്ചാണ്. ഓക്കെ, ഇപ്പം ബ്രാഞ്ച് വരുന്ന സമയത്ത് നോക്കിയേ. അപ്പൊ ഇനിയിപ്പോ നമ്പർ ചെയ്യണം, അതാണല്ലോ അടുത്ത ക്രൈറ്റീരിയ. ആണോ മിഷേലെ? എവിടെ നമ്പർ ചെയ്യണം? സ്ട്രെയിറ്റ് ലൈനിൽ ആദ്യം മുതൽ, അതായത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട്. റൈറ്റ് ലൈനിൽ. അപ്പം ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്ത്. ഇത് ഈ മറ്റേ ഇതുമായിട്ട് കൺഫ്യൂഷൻ ആണെങ്കിൽ മുകളിൽ എഴുതിയാൽ മതിയേ. ഇവിടെ 1, ഇത് 2, ഇത് 3, ഇത് 4th 5th 6th 7th. ഓക്കെ ആണല്ലോ? ഓക്കെ, 7 കാർബൺ നമ്മൾ നമ്പർ ചെയ്തു. ഇനി തിരിച്ചെന്താ എഴുതാത്തത്? 1 2 3 4 5 6 എന്താ എഴുതാത്തത്? നോക്കിയോ, ലെഫ്റ്റിൽ നിന്നുമ്പോഴാണ് ആ കാർബൺ ഏറ്റവും ചെറിയ നമ്പർ കിട്ടുന്നത്. മനസ്സിലായോ? അപ്പൊ ഫസ്റ്റ് ബ്രാഞ്ച്, 2 ബ്രാഞ്ചിനും ചെറിയ നമ്പർ കിട്ടുന്നത് എന്താണ്? ഇപ്പം ഇവിടും എണ്ണിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ബ്രാഞ്ച് 4ാമത്തെ കാർബണിലായിരിക്കുന്നത്. എന്നാൽ ഇവിടും എണ്ണുമ്പോൾ എന്താണ്? ഫസ്റ്റ് ബ്രാഞ്ച് 2ാമത്തെ കാർബണിലായിരിക്കുന്നത്. അപ്പൊ അതാണ് സെലക്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ സെലക്ട് ചെയ്തു 7 കാർബൺ. ഇവിടെ എന്തായാലും പ്രൈമറി പ്രിഫിക്സ് ആയിട്ട് ഉണ്ട്, കാരണം ബ്രാഞ്ച് ഉണ്ട്. അപ്പൊ ബ്രാഞ്ച് രണ്ടും മീതൈൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് അവരുടെ പൊസിഷൻ നമ്മൾ പക്കയായിട്ട് മെൻഷൻ ചെയ്യണം, 2ാമത്തെ പൊസിഷനിലും 4ാമത്തെ പൊസിഷനിലും. അപ്പൊ 2, 4 എത്ര ഉണ്ട്? 2 മീതൈൽ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഡൈമീതൈൽ. നമ്മൾ നേരത്തെ 2 മീതൈൽ ബ്യൂട്ടേൻ എഴുതിയത്, ഇവിടെ 2 മീതൈൽ ഉള്ളതുകൊണ്ട് 2,4 ഡൈമീതൈൽ. 7 കാർബൺ ഹെപ്റ്റൈൻ. ഹെപ്റ്റ് സിംഗിൾ ബോണ്ട് ചെയ്യും. അപ്പൊ നമ്മളിവിടെ പ്രൈമറി പ്രിഫിക്സ് ഉണ്ടായിരുന്നു, സെക്കൻഡറി പ്രിഫിക്സ് ഇല്ല, സൈക്ലോ ഗ്രൂപ്പ് ഒന്നും ഇല്ല. പിന്നെ ഉള്ളത് വേർഡ് റൂട്ട് ആണ്. വേർഡ് റൂട്ടിൽ 7 കാർബൺ ആണ് ഹെപ്റ്റ്, പിന്നെ എല്ലാം സിംഗിൾ ബോണ്ട് ആണ് ഹെപ്റ്റൈൻ. കണ്ടോ? ഇനി 2 ഡിഫറെന്റ് ഗ്രൂപ്പ് വരുവാണെങ്കിൽ നമുക്ക് നോക്കാം. CH3 CH2 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 CH
CH3, ഇവിടെ ഒരു CH2 CH3, ഇവിടെ ഒരു CH. ഓക്കെ, ഇപ്പോഴോ? അപ്പം ഇവിടെ മെയിൻ ചെയിൻ ഏതാ? മിഷേൽ തന്നെ പറഞ്ഞു ഇവിടെ മെയിൻ ചെയിൻ ഏതാണ്, ബ്രാഞ്ച് ഏതാണ്. നമുക്ക് മെയിൻ ചെയിൻ സെലക്ട് ചെയ്യുമ്പോൾ എൻഡ് ടു എൻഡ് ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റം ഉള്ള ചെയിൻ ആണ് സെലക്ട് ചെയ്യേണ്ടത്. നോക്കിയോ, ഞാൻ ഇവിടെ ഒന്ന് ഇതിനെ മെയിൻ ചെയിൻ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും ബ്രാഞ്ച് ആയിട്ട് എടുക്കേണ്ടി വരും. ഇവിടെ CH3 ആണ്. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ മെയിൻ ചെയിൻ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതും ബ്രാഞ്ച് ആയിട്ട് എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ മെയിൻ ചെയിൻ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കൂടുതൽ കാർബൺ ആറ്റം ഉണ്ടാവുന്നേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ മെയിൻ ചെയിൻ എടുത്തു, അതിനകത്ത് നോക്കി 1 2 3 4 5 6 7. ഓക്കെ, ഇനി ഇങ്ങനെ മെയിൻ ചെയിൻ എടുത്ത് എൻഡ് ടു എൻഡ് ഇങ്ങനെ മെയിൻ ചെയിൻ ഒന്ന് എടുത്ത് നോക്കി, അതായത് ഇങ്ങനെ മെയിൻ ചെയിൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെയും 1 2 3 4 5 6 7, അതും 7. അപ്പൊ പിന്നെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള മെയിൻ ചെയിൻ തന്നെ എടുത്താൽ പോരെ, വെറുതെ ഇങ്ങനെ വട്ടത്തിലാക്കണ്ടല്ലോ. അപ്പൊ ഞാൻ ഈ കേസിൽ ഇതിനെ മെയിൻ ചെയിൻ ആയിട്ടും ഇതിനെ ബ്രാഞ്ച് ആയിട്ടും എടുക്കാൻ പോവാം. ഓക്കെ ആണല്ലോ. ഇതിനെ ബ്രാഞ്ച് ആയിട്ട് എടുക്കുന്ന സമയത്ത് നമുക്കറിയാം 2 ബ്രാഞ്ച് ഉണ്ട് കേട്ടോ. 2 കാർബൺ ഉള്ള ബ്രാഞ്ചും ഉണ്ട്, 1 കാർബൺ ഉള്ള ബ്രാഞ്ചും ഉണ്ട്. 2 കാർബൺ ഉള്ള ബ്രാഞ്ചിനെ നമ്മൾ ഈഥൈലാന്ന് പറഞ്ഞായിരുന്നു, 1 കാർബൺ മീഥൈലാണ്. ഇനി അതിനൊക്കെ മുമ്പ് നമ്പർ ചെയ്യണം. നമ്പർ ചെയ്യുമ്പോൾ നോക്കിയോ, ഇവിടെ ആർക്കാണ് ഏറ്റവും കുറവ് നമ്പർ കിട്ടുന്നത്, ഏത് സൈഡിൽ നിന്നുമ്പോഴാണ് ആദ്യത്തെ ബ്രാഞ്ചിന് ചെറിയ നമ്പർ കിട്ടുന്നത് നോക്കാം. ഇതുവഴി എണ്ണുമ്പോൾ ഇത് 1 2 3 4 5 6 7. അപ്പൊ 1 2 3 4 5 രണ്ടാമത്തേലും അഞ്ചാമത്തേലും ആയിരിക്കുന്നത്. തിരിച്ചെണ്ണുമ്പോൾ 1 2 3 4 5 6 7 മൂന്നാമത്തേതിലും ആറാമത്തേതിലുമാണ് ഇരിക്കുന്നത്. അപ്പം നമുക്കറിയാം എവിടെ നിന്ന് എണ്ണുമ്പോഴാണോ ആദ്യത്തെ ബ്രാഞ്ചിന് ചെറിയ നമ്പർ കിട്ടുന്നത് അവിടെ നിന്ന് എണ്ണാൻ തുടങ്ങണം എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ നമുക്ക് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് എണ്ണുമ്പോഴാണ് അത് കിട്ടുക. അപ്പൊ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് നമ്പർ ചെയ്യാൻ തുടങ്ങുക. അപ്പൊ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് നമ്പർ ചെയ്യാൻ തുടങ്ങുമ്പോൾ നോക്കിയോ, ഇത് ഫസ്റ്റ് കാർബൺ, ഇത് സെക്കൻഡ് കാർബൺ, തേർഡ് കാർബൺ, ഫോർത്ത് കാർബൺ, ഫിഫ്ത് കാർബൺ, സിക്സ്ത് കാർബൺ, സെവൻത് കാർബൺ. അങ്ങനെയാണെങ്കിൽ നോക്കിയോ, ഇനി നെയിം ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. നെയിം ചെയ്യുമ്പോൾ രണ്ട് ഡിഫറെന്റ് ബ്രാഞ്ച് ആണെങ്കിൽ ആൽഫബറ്റ് ഓർഡറിൽ മുമ്പിൽ വരുന്ന ആരാണോ അവനെ വേണം ആദ്യം എഴുതാൻ. ഇപ്പം മീഥൈലും ഈഥൈലുമാണ്, ഇയും എമ്മും ആണ് ലെറ്റേഴ്സ് തുടക്കത്തില്. അപ്പം എം ഇ കഴിഞ്ഞിട്ടാണ് എം വരുന്നത്, അപ്പൊ ഈതയല്ലേ ആദ്യം എഴുതുക. അപ്പൊ ആദ്യം 5 അഞ്ചാമത്തെ പൊസിഷനിൽ ഈഥൈൽ. പിന്നെ ഒരു കാര്യം കൂടെ ആലോചിച്ചോണം, ഒരു നമ്പറും ഒരു ആൽഫബറ്റും തമ്മിൽ എപ്പോഴും ഒരു ഹൈഫൻ ഇട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കണം. കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ അങ്ങനെയാണ് നിയമം. +2 വരുമ്പോഴത്തേക്കും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അത് പഠിക്കും. 5 ഈഥൈൽ, ഇനി രണ്ടാമത്തേൽ മീഥൈല 2 മീഥൈൽ, 5 ഈഥൈൽ 2 മീഥൈൽ, 7 കാർബൺ, ഹെപ്റ്റെയ്ൻ. 5 ഈഥൈൽ 2 മീഥൈൽ ഹെപ്റ്റെയ്ൻ, 5 ഈഥൈൽ 2 മീഥൈൽ ഹെപ്റ്റെയ്ൻ. ക്ലിയർ ആണോ? സെറ്റ് ആണോ? ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. അടുത്ത നോക്കി CH3 CH2 CH2, അല്ല ഇവിടെ CH തരാം, CH2 CH2 CH3. ഇത് ഞാൻ ഒരെണ്ണം കുറയ്ക്കണേ, ഇത് CH3 നാക്കാണ്. ഇവിടെ ഞാൻ CH2 CH3 നാക്കാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഇപ്പൊ നോർമലി ചിന്തിക്കുന്നത് 1 2 3 4, ഒരു സെക്കൻഡ് അപ്ലോഡ് ചെയ്യാത്തില്ല. ഇത് എഴുതല്ലേ, ഒരു സെക്കൻഡ്, ഞാൻ ഒരു കൺഫ്യൂഷൻ വരുത്തുന്ന രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ തരാം. ഓക്കെ, ഇതിനെ ഒന്ന് നെയിം ചെയ്യണം. അഭിനവ് ഒന്ന് നെയിം ചെയ്യാമോ ഇതിനെ? എന്തോ സർ പറഞ്ഞോ.
കേട്ടില്ല എന്തോ കേട്ടില്ല എന്തോ പറഞ്ഞത്. ഇതിനെ നെയിം ചെയ്യാൻ. ഹലോ പറഞ്ഞോ. അറിയാമോ? അറിയാം. പറഞ്ഞോ. എന്തുവാടേ പെട്ടെന്ന് പറ. ഏതാ ഇത് എന്താ മിഷേല് പറയാമോ? 2-ethyl pentane ആണ്. 2-ethyl pentane. അത് പറയുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇട്ടത്. എന്നാൽ അതല്ല, നമുക്ക് നോക്കാം. നിങ്ങൾ ഇപ്പം ഇതിനെ മെയിൻ ആക്കിയും ഇതിനെ ബ്രാഞ്ച് ആക്കിയിട്ട് എടുത്തത് ആണോ? ആണ്. എന്നാൽ നിങ്ങൾ നോക്കിയേ, ഇവിടെ ലോങ്സ്റ്റ് ചെയിൻ എന്ന് പറയുമ്പോൾ ഇതാണോ ലോങ്സ്റ്റ് ചെയിൻ? ഈ ലോങ്സ്റ്റ് ചെയിനകത്ത് 5 കാർബൺ. എൻഡ് ടു എൻഡ് വേറെ ഒരെണ്ണം നോക്കിയേ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇത് മെയിൻ ചെയിൻ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എത്ര കാർബൺ ഉണ്ട് മിഷേല്? 6. അപ്പൊ ഇതിനെ അങ്ങ് ബ്രാഞ്ച് ആക്കിയാലോ പോലെ. അപ്പം ലോങ്സ്റ്റ് ചെയിൻ ഏതാ? ലോങ്സ്റ്റ് ചെയിൻ ഇവിടെ ഇതല്ലേ? അപ്പൊ അങ്ങനെ വേണ്ട നെയിം ചെയ്യാൻ. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഇങ്ങനെ ആരാണെങ്കിലും ഇങ്ങനെ പറയുന്നത് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ഇട്ടത്. അപ്പൊ 1 2 3. കാരണം എണ്ണുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് വേണേലും എണ്ണാം, അല്ലെങ്കിൽ ഇവിടുന്ന് വേണേലും എണ്ണാം. നമുക്ക് ഇവിടുന്ന് എണ്ണിയാലുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ ഇവിടുന്ന് എണ്ണിയാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ 1 2 3 4ാമത്തെ കാർബണിലാണ് ഈ ബ്രാഞ്ച് വരുന്നത്. ഓക്കെ, അപ്പൊ തിരിച്ചെണ്ണി നോക്കാം. അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ അവിടെ വട്ടം വരച്ച് വേണേൽ ഇട്ടേക്കണം. ഇത് മെയിൻ ചെയിൻ ആണ്. പരീക്ഷയ്ക്ക് അങ്ങനെ ചെയ്യല്ലേ. ഇത് ബ്രാഞ്ച് ആണ്, അതായത് ഇവിടെ ഇത് ബ്രാഞ്ച് ആണ്, ഇത് മെയിൻ ചെയിൻ ആണ്. മെയിൻ ചെയിനിൽ നമ്പർ ചെയ്തപ്പോൾ ഇവിടെ ഇത് ഫസ്റ്റ് കാർബൺ, ഇത് സെക്കൻഡ് കാർബൺ, ഇത് തേർഡ് കാർബൺ, ഫോർത്ത് കാർബൺ, ഫിഫ്ത്ത് കാർബൺ, സിക്സ്ത് കാർബൺ, മൂന്നാമത്തെ കാർബണിൽ മീഥൈൽ. അപ്പൊ 3 methyl 1 2 3 4 5 6 ഹെക്സെയ്ൻ. നമ്മൾ 2-ethyl pentane എന്ന് പറയുന്നതിന് പകരം 3-methyl ഹെക്സെയ്ൻ ആയി മാറി. അതായി മാറിയതല്ല, അത് അങ്ങനെയാണ് നെയിം ചെയ്യേണ്ടത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ തരാം. CH3 CH CH2 CH2 CH3. ഇവിടെ ഒരു CH2 CH3 തരുന്നു. ഇവിടെ ഞാനൊരു CH2 CH3 എന്ന് കൂടെ എഴുതുവാണേ. ഇവിടെ ഞാനൊരു ഇവിടെ ഒരു CH2, ഇവിടെ CH ആക്കുക, ഇവിടെ CH3. ഇവിടെ ഞാനൊരു CH3 തരുന്നു. ഇവിടെ നെയിം ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം പെട്ടെന്ന് തന്നെ, നോക്കിക്കോളൂ. നമ്മള് ഇങ്ങനെ മെയിൻ ചെയിൻ ആക്കി എടുത്ത് നോക്കണം ആദ്യം. അപ്പൊ 1 2 3 4 5 6 7 7 ഹൈഡ്രജൻ ഉണ്ട്, 7 കാർബൺ ഉണ്ട്. മെയിൻ ചെയിൻ ആവുമോ എന്നുള്ള കാര്യം നോക്കുക, അതവിടെ നിൽക്കട്ടെ. ഇങ്ങനെ എടുത്ത് നോക്കണം, കണ്ടോ? ഇങ്ങനെ വന്ന് കണ്ടോ, ഇങ്ങനെ ഒന്ന് എടുത്ത് നോക്കണം. അപ്പൊ 1 2 3 4 5 6 1 2 3 4 5 6 7 8 കണ്ടോ, 8 കാർബൺ അവിടെ വരുന്നുണ്ട്. 8 കാർബൺ വരുമ്പോൾ നോക്കിയോ, 8 കാർബൺ വരുന്ന സമയത്ത് നമ്മള് ഓക്കെ 8 കാർബൺ വരുന്നു. അപ്പൊ നമ്മൾ ഇനി അതിനെ മെയിൻ ചെയിൻ ആയിട്ട് എടുക്കുക, കാരണം ഇത് മെയിൻ ചെയിൻ ആണ്, അല്ലേ? ഇത് മെയിൻ ചെയിൻ, ഇതും ബ്രാഞ്ച് ആയി മാറി, ഇതും ബ്രാഞ്ച് ആയി മാറി, ഇത് രണ്ടും ബ്രാഞ്ച് ആണ്. അപ്പൊ നമ്പർ ചെയ്യണം അടുത്തത്. ഈ ലെഫ്റ്റിൽ നിന്ന് ഇത് ഇവിടെ നിന്ന് എണ്ണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3 മൂന്നാമത്തേലാണ് ഫസ്റ്റ് ബ്രാഞ്ച് വരുന്നത്.
എന്നാൽ ഇവിടെ തന്നെ നോക്കിയേ 1 2 കണ്ട രണ്ടാമത്തെ ബ്രാഞ്ച് വരും. അപ്പൊ അതൊന്ന് സെലക്ട് ചെയ്യുക. 1 2 3 4 5 6 7 8. അപ്പം രണ്ടാമത്തേലോ ആറാമത്തേലോ ബ്രാഞ്ച് വരുന്നത്. അപ്പം 2,6 ഡൈമീഥൈൽ ഒക്ടേൻ. ഓക്കെ, നോക്കിക്കോളൂ. അടുത്ത് നോക്കിക്കോളൂ. CH3 CH2 CH3. ഇവിടെ CH കൊടുക്കാം. ഇവിടെ ഒരു CH2, ഇവിടെ ഒരു CH2 CH എഴുതരുത്, ഞാൻ പറഞ്ഞിട്ട് എഴുതാവേ. നമുക്ക് കൺഫ്യൂഷൻ ആവുന്ന രീതിയിൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള രീതിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് തരികയാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു കോമ്പൗണ്ട് നെയിം ചെയ്ത് 1 2 3 4 5 6 7 അപ്പം ഇങ്ങനെ ഒരു കോമ്പൗണ്ട് നെയിം ചെയ്യുമ്പോൾ നോക്കിയോ, നമുക്ക് ഇങ്ങനെ നോക്കിയാൽ ഇതിനകത്ത് 7 എണ്ണം, ഇങ്ങനെ നോക്കിയാലും ഇതിനകത്ത് 7 എണ്ണം, ഇങ്ങനെ നോക്കിയാൽ 6 എണ്ണേ ഉള്ളൂ, കുറവാണ്. ഇങ്ങനെ നോക്കിയാൽ അതിനകത്ത് 4 എണ്ണേ ഉള്ളൂ, കുറവാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ തന്നെ സെലക്ട് ചെയ്യാം. ഏതാ? ആദ്യത്തെ തന്നെ സെലക്ട് ചെയ്യാം. കാരണം ഇത് മെയിൻ ചെയിൻ ആയിട്ട് എടുക്കാം. ഇത് മെയിൻ ചെയിൻ, ഇത് ബ്രാഞ്ച്, ഇതും ബ്രാഞ്ച്. ബ്രാഞ്ച് ഈതയിലും ഉണ്ട് മീതയിലും ഉണ്ട്. നമ്പർ ചെയ്യണം അടുത്തത്. ഏത് ആൽക്കൈൽ ഗ്രൂപ്പിലാണ് ചെറിയ നമ്പർ കിട്ടുന്നത് നോക്കുക. പക്ഷെ ഇവിടവും തന്നെയാലും ഈതയില് എന്താണ് മൂന്നാമത്തെ നമ്പർ കിട്ടും, ഇവിടവും തന്നെയാലും ഈതയില് മൂന്നാമത്തെ നമ്പർ കിട്ടും. അപ്പോഴൊരു കൺഫ്യൂഷൻ വന്നു. അപ്പൊ എവിടവും എണ്ണണം. അപ്പം ഇതിന്റെ ഉത്തരം രണ്ട് സൈഡിൽ നിന്ന് എണ്ണിയാലും ശരിയാണ്. പക്ഷെ നമ്മള് ഇങ്ങനെ ഈതയിൽ എണ്ണുമ്പോഴും ഈതയിലും എന്താണ് എണ്ണുമ്പം സെയിം നമ്പർ കിട്ടി, മീതയിലും സെയിം നമ്പർ കിട്ടിയെങ്കിൽ നമ്മൾ അവിടെ വേണമെങ്കിൽ ഒരു കാര്യം എഴുതാം. നമ്മൾ ആൽഫബറ്റിക് ഓർഡറിലല്ലയോ നമ്മൾ നെയിം എഴുതുന്നത്. അപ്പൊ അതേപോലെ തന്നെ ഈതയില് പ്രിഫറൻസ് കൊടുത്ത് എണ്ണിയാൽ മതി. ഇങ്ങനെ എണ്ണിയാലും കുഴപ്പമില്ല. ഇപ്പൊ 1 2
3 ഇത് 1 2 3 ഇവിടെ നിന്ന് 1 2 3 നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എണ്ണാം, പ്രശ്നമില്ല. പക്ഷെ അവിടെ നമ്മൾ എഴുതുമ്പോൾ ആ ഈതയിൽ ആൽഫബറ്റിക് ഓർഡറിൽ പ്രിഫറൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെയാണല്ലോ എഴുതുന്നത്. അതുകൊണ്ട് നമ്പർ ചെയ്യുമ്പോഴും അങ്ങനെ ചെയ്താൽ മതി. അപ്പം 1 2 3 4 5 6 7. അപ്പൊ എന്താ മൂന്നാമത്തേല് ഈതൈൽ, കാരണം ഈതയിൽ എമ്മും ഇയും ഒക്കെ ഇ ആണ്. അപ്പൊ 3 ഈതൈൽ 3 ഈതൈൽ 5 മീതൈൽ 5 മീതൈൽ 5 മീതൈൽ 7 ഹെപ്റ്റൈൽ. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ഇനി ആ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും വരുന്ന ജസ്റ്റ് ഒന്ന് എഴുതാൻ പോവാണ്. ഇപ്പൊ CH3 CH2 CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3. നോക്കി ഇവിടെ ഡബിൾ ബോണ്ട് വന്നു. അപ്പൊ നമുക്ക് സിംപ്ലി 1 2 3 4 5. അപ്പം വേർഡ് റൂട്ട് പെന്റ് ആണ്. പിന്നെ പ്രൈമറി സഫിക്സ് എന്ന് പറയുന്നത് ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് ഈനാണ്. പെന്റിന്ന് എഴുതാൻ പറ്റത്തില്ല. കാരണം അറിയോ, നമ്മൾ നേരത്തെ ബ്രാഞ്ച് ഒക്കെ പറഞ്ഞപ്പോൾ അതിന് പൊസിഷൻ കൊടുത്തില്ലേ, അതുകൊണ്ട് ഈ ഡബിൾ ബോണ്ടിന് പൊസിഷൻ കൊടുക്കണം. ഡബിൾ ബോണ്ടിന് ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിൽ എണ്ണാനും കൂടെ പഠിക്കണം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ നിന്ന് 1 2 3 4 5 മൂന്നാമത്തെ കാർബണിലാണ് ഡബിൾ ബോണ്ട് വരുന്നത്. കാരണം ഈ കാർബൺ കഴിഞ്ഞാണല്ലോ ഡബിൾ ബോണ്ട്. അപ്പൊ മൂന്നാമത്തെ കാർബണിൽ ഇവിടെ നിന്ന് 1 2 രണ്ടാമത്തെ കാർബണിലാണ് ഡബിൾ ബോണ്ട് വരുന്നത്. 1 2 3. അപ്പൊ അത് ഫിക്സ് ചെയ്യുക. അപ്പം പെന്റ് ഹൈഫൻ 2 എന്താണ് ഈ പെന്റ് 2 ഇ. അതേപോലെ നമുക്ക് ഒരു ട്രിപ്പിൾ ബോണ്ടിനെ കൂടെ CH3 CH2 CH3 CH2 വരില്ല, CH3 CH3 CH2 C ട്രിപ്പിൾ ബോണ്ട് C CH2 CH2 CH3 കണ്ടോ, ഇങ്ങനെ വരുവാണ്. അപ്പൊ ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ എന്തായാലും എന്താണ് അയിനാണ്. പക്ഷെ ഇവിടെ 1 2 3 4 1 2 3 4 5 6 7 എണ്ണം ഉണ്ട്. അതിൽ ഇവിടെ നിന്ന് എണ്ണിയാൽ 1 2 3, ഇവിടെ നിന്ന് എണ്ണിയാൽ 1 2 3 ഫോർത്ത് കാർബൺ. അപ്പം നമുക്ക് എന്താ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് എണ്ണാം. അപ്പൊ 1 2 3 4 5 6 7. അങ്ങനെ മൂന്നാമത്തേല് ട്രിപ്പിൾ ബോണ്ട് വരുന്ന സമയത്ത് ഹെപ്റ്റ് പൊസിഷൻ 3 ഹൈഫൻ ഇടണം. വേർഡും നമ്പറും വരുവാണെങ്കിൽ അതിനെ ഹൈഫൻ ഇട്ട് സെപ്പറേറ്റ് ചെയ്യണം. ഹെപ്റ്റ് 3 അതിന് വരും. ഇനി ഫങ്ഷണൽ ഗ്രൂപ്പ് വരുവാണെങ്കിൽ എങ്ങനെ നെയിമിങ്ങിലൂടെ നോക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാം എന്ത് ചെയ്യും നമുക്ക് പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ തീരും. ഈ നെയിമിംഗ് അങ്ങ് തീരും. അപ്പൊ അതും കൂടെ നോക്കിയോ, അതും കൂടെ പെട്ടെന്ന് പറഞ്ഞുതരാം നോക്കിക്കോളൂ. നമ്മൾ നേരത്തെ പറഞ്ഞു CH3 അല്ലെങ്കിൽ CH4 എന്ന് പറയുമ്പോഴത്തേക്ക് CH4 എന്ന് പറയുമ്പോൾ അതിന്റെ സ്ട്രക്ചർ വരുമ്പോൾ ഇങ്ങനെ വരയ്ക്കുന്നത് CH4. ഇവന്റെ ഈ ഹൈഡ്രജനെ മാറ്റിയിട്ട് ആണ് സാധാരണ അവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് എല്ലാം വരുന്നത്. അപ്പൊ ആ ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ OH വന്നു കഴിഞ്ഞാൽ അവൻ ആൽക്കഹോൾ ഫാമിലി ആയി. അവനെ എഴുതുമ്പോൾ CH3OH എന്നാണ് എഴുതുന്നത്. ഒരു കാർബണുള്ള ആൽക്കഹോൾ. അപ്പൊ വേർഡ് റൂട്ട് മെത്താണ് ആണല്ലോ, മെത്താണ്. എല്ലാം സിംഗിൾ ബോണ്ട് ആണ്. അപ്പം എയിൻ ആണ്, മെത്ത് എയിൻ. ആൽക്കഹോൾ വന്നാൽ പേരിന് അവസാനം ഓയിൽ ചേർക്കണം എന്നാ പറയുന്നത്. അപ്പൊ മെഥൈനോൾ ഇങ്ങനെ എഴുതത്തില്ല. കാരണം ഇതും ഒരു വവ്വലാണ്, ഇതും ഒരു വവ്വലാണ്. രണ്ട് വവ്വൽ ഒരുമിച്ച് എഴുതാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ മീഥൈനെ ഈ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഓയിൽ ഇവിടെ കൊണ്ട് ജോയിൻ ചെയ്യും, മെഥനോൾ. അടുത്തത് CH3 CH2OH കണ്ടോ, CH3 CH3 ആയിരുന്നു. അതിലൊരു ഹൈഡ്രജൻ മാറ്റിയിട്ട് OH വന്നു. അപ്പൊ രണ്ട് കാർബൺ എത്ത് സിംഗിൾ ബോണ്ട് എയിന് പേരിന് അവസാനം ഓയിൽ. ഈഥൈനോൾ എന്ന് എഴുതത്തില്ല, ഈ കട്ടിയിട്ട് എഥനോൾ. കണ്ടോ, എഥനോൾ. അടുത്തത് ആൽഡിഹൈഡ് വരാം. നോക്കിയോ, CH3 CHO വന്നു കഴിഞ്ഞാൽ ആൽഡിഹൈഡ്. അതായത് CH3യുടെ ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് CHO വന്നു, CH4ന്റെ ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് ഇത് വന്നു. ആൽഡിഹൈഡ് വന്ന പേരിന് അവസാനം ആര് ചേർക്കണം. അപ്പൊ നിങ്ങൾ ഒരു കാർബൺ, ഈ കാർബൺ മാത്രമല്ല കൂട്ടേണ്ടത്, ഈ കാർബണിനെയും കൂടെ കൂട്ടിയേക്കണം കേട്ടോ. കാരണം ഫങ്ഷണൽ ഗ്രൂപ്പിനകത്ത് കാർബൺ ഉണ്ടെങ്കിൽ ആ കാർബണിനെയും കൂടെ മെയിൻ ചെയിനകത്ത് കൂട്ടണം എന്നൊരു നിയമമുണ്ട്. അപ്പം ഇവിടെ രണ്ട് കാർബൺ ഉണ്ട്. അപ്പം എത്ത് എയിൻ, ഈഥൈൻ സിംഗിൾ ബോണ്ടാണ്, ഈഥൈൻ നാൽ എന്ന് പറയും. ഈഥൈനാൽ അങ്ങനെ എഴുതാൻ പറ്റത്തില്ല, ഈയും എയും വവ്വല. അപ്പൊ എന്താ നമുക്ക് അവിടെ എത്തൻ നാൽ എന്ന് എഴുതാം.
അപ്പം നിങ്ങൾ ചോദിക്കും മെഥനാലില്ലേ അതുകൊണ്ട് HCHO എന്ന് എഴുതിയാൽ മതി. അതായത് ഈ CHO വന്ന് ജോയിൻ ചെയ്തത് Hലോട്ടാണ്. HCHO ഇത് മെഥനാലാണ്. ഒരു കാർബണുള്ള ആൽഡിഹൈഡ് മെഥനാൽ. ശരിക്കും ഈ CHO എങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയാമോ? C ഡബിൾ ബോണ്ട് O H കണ്ടോ, ഇതാണ് CHO. ഇതിനെയാണ് CHO എന്ന് പറയുന്നത്. ഇവിടെ CH3 വന്നു കഴിഞ്ഞാൽ അവൻ എഥനാണ്. ഇവിടെ Hന് പകരം, കാരണം അറിയാം ഈ കാർബണിന് ചുറ്റും 4 ബോണ്ടേ വരത്തുള്ളൂ. അതിൽ ഒരു ബോണ്ട് ഇവിടെ വന്നു, 2 ബോണ്ട് ഓക്സിജനായിട്ട് വന്നു, ഒരു ബോണ്ട് ഇവിടെ. ഇവിടെ CH3 വരാം, അല്ലെങ്കിൽ H വന്നു കഴിഞ്ഞാൽ അവൻ എഥനാൽ. ഇവിടെ CH3 വന്നാൽ അവൻ H വന്നാൽ മെഥനാൽ, CH3 വന്നാൽ എഥനാൽ, CH3 CH2 വന്നു കഴിഞ്ഞാൽ അവൻ പ്രൊപ്പനാൽ എന്ന് വരും. മനസ്സിലായോ? അപ്പം വേണമെങ്കിൽ ഇതും കൂടെ ഒന്ന് എഴുതിയിട്ടേക്കണം. ഇത് വരയ്ക്കുന്ന സമയത്ത് എന്താ, C ഡബിൾ ബോണ്ട് OH ഇതാണ് നമ്മുടെ ആൽഡിഹൈഡിന്റെ. ഇതിനെയാണ് നമ്മൾ CHO എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഈ C ഡബിൾ ബോണ്ട് OHന്റെ കൂടെ H വന്നു കഴിഞ്ഞാൽ അവൻ മെഥനാലായി. ഒരു കാർബൺ കണ്ട, മെയിൻ കാർബൺ ആണ്, അത് മെയിൻ ചെയിനകത്ത് കൂട്ടും. അപ്പം മെഥനാല. ഇനി ഈ C ഡബിൾ ബോണ്ട് OHന്റെ കൂടെ ഒരു CH3 വന്നു കഴിഞ്ഞാൽ 2 കാർബൺ ഉള്ളതായി, അവൻ എഥനാലായി. ഇനി C ഡബിൾ ബോണ്ട് OHന്റെ കൂടെ CH3 CH2 വന്നു കഴിഞ്ഞാൽ കണ്ടോ, 3 കാർബൺ ഉള്ള ആൽഡിഹൈഡായി, അവൻ പ്രൊപ്പനാലായി. കണ്ടോ, ഈ C ഡബിൾ ബോണ്ട് OHനെയാണ് നമ്മൾ CHO എന്ന് എഴുതുന്നത്. മനസ്സിലായോ? രണ്ട് രീതിയിലും പഠിക്കണം. ഇനി അടുത്തത് കീറ്റോൺ എന്നാ പറഞ്ഞത്. കീറ്റോണിന്റെ പ്രത്യേകത എന്താ പറയുക? C ഡബിൾ ബോണ്ട് O വരും, രണ്ടറ്റത്തും ആൽക്കൈൽ ഗ്രൂപ്പ് വരും. ഇവിടെയും ആൽക്കൈൽ ഗ്രൂപ്പ്, ജനറലി R എന്നാണ് ആൽക്കൈൽ ഗ്രൂപ്പിന് എഴുതുന്നത്, ഇവിടെയും ആൽക്കൈൽ ഗ്രൂപ്പ് വരും. അപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ C ഡബിൾ ബോണ്ടോടെ ഈ സൈഡിൽ ഒരു CH3, ഈ സൈഡിൽ ഒരു CH3 മിനിമം വേണം. അപ്പം കീറ്റോണിന്റെ ഫസ്റ്റ് മെമ്പർ എപ്പോഴും പ്രൊപ്പനോൺ ആയിരിക്കും. മെഥനോൺ ഇല്ല, എഥനോൺ ഇല്ല. കാരണം എന്താ, C ഡബിൾ ബോണ്ടോടെ രണ്ട് സൈഡിലും ആൽക്കൈൽ ഗ്രൂപ്പ് വന്നാലേ കീറ്റോൺ ആകത്തുള്ളൂ. അപ്പൊ എന്തായാലും 2 കാർബൺ വന്നു കഴിഞ്ഞാൽ കീറ്റോൺ എന്തായാലും പറ്റത്തില്ല. എന്താ, കാരണം ഓൾറെഡി ഇതിന്റെ കൂടെ ഒരു കാർബൺ ഉണ്ട്, പിന്നെ ഒരു കാർബൺ വന്നു കഴിഞ്ഞാൽ കീറ്റോൺ ആകത്തില്ല. കാരണം ഈ മെയിൻ ഇതിനെ കാർബോണൈൽ ഗ്രൂപ്പ് എന്നാണ്. ആ കാർബോണൈൽ ഗ്രൂപ്പിന്റെ രണ്ട് സൈഡിലും കാർബൺ ഉള്ള ഗ്രൂപ്പ് വേണം. ഇവനെ നമ്മൾ പ്രൊപ്പനോൺ എന്ന് പറയും. പ്രൊപ്പൻ ശരിക്കും 2 ഓൺ എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാർബണിലാണ് കീറ്റോൺ ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ CH3 CH2 C ഡബിൾ ബോണ്ടോ CH2 CH3 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 5 കാർബൺ ഉള്ള കീറ്റോൺ പെൻഡൻ എന്ന് വരും. പെൻഡൻ ഈ വരത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ഈ നമ്മളിപ്പോ കീറ്റോണിന്റെ പേര് അവസാനം O ആവുമല്ല, പൊസിഷൻ കൊടുക്കുന്ന മൂന്നാമത്തെ ആയതുകൊണ്ട് പെൻഡൻ എന്താണ് 3 ഓൺ എന്ന് വരും. ഇനി പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും എഴുതുന്നത്, CH3 CH2 CO CH2 CH3 കണ്ടോ. അപ്പൊ ഈ CO എന്ന് ഉദ്ദേശിക്കുന്നത് എന്ത് തന്നെയാ, കീറ്റോൺ തന്നെയാണ്. ഇങ്ങനെ എഴുതിയാലും കീറ്റോൺ എന്നാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഇതും പെൻഡൻ 2 ആണ്, അല്ല പെൻഡൻ 3 ആണ്. ഒരു കാര്യം, ഒരു കാർബോക്സിലിക് ആസിഡ് ഉണ്ട്. കാർബോക്സിലിക് ആസിഡിനെ നെയിം ചെയ്യുന്നത് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുമ്പോൾ COOH ഗ്രൂപ്പ് ആണ്. ഈ COOH ഗ്രൂപ്പിനെ എങ്ങനെ കൺസിഡർ ചെയ്യണമെന്ന് അറിയോ? C ഡബിൾ ബോണ്ടോ OH, എന്നിട്ട് ഇപ്പുറത്താണ് ആര്യൻ വരുന്നത്. അവിടെ ഹൈഡ്രജൻ ആണ് വരുന്നെങ്കിൽ ഒരു കാർബൺ ഉള്ള കാർബോക്സിലിക് ആസിഡ്, അവനെ നമ്മൾ മെഥനോയിക് ആസിഡ് എന്ന് പറയും. മെഥനോയിക് ആസിഡ്, പേരിന് അവസാനം ഓയിക് ആസിഡ് അല്ലേ, മെഥനോയിക് ആസിഡ് എന്ന് പറയും. അതേപോലെ C ഡബിൾ ബോണ്ടോ OHന്റെ ഇവിടെ ഒരു CH3 വരുവാണെങ്കിൽ 2 കാർബൺ ഉള്ളത് ഓക്കെ, ഇവന്റെ പേര് എഥനോയിക് ആസിഡ്. ഈ മെഥനോയിക് ആസിഡ് എന്ന് പറയുമ്പോൾ ഈ മെഥനോയിക് ആസിഡിന് വേറൊരു പേരുണ്ട്, ഫോർമിക് ആസിഡ് എന്നും പറയും കേട്ടോ. ഫോർമിക് ആസിഡ് എന്നും പറയും. അതേപോലെ തന്നെ മെഥനാലിനും നമ്മൾ മെഥനാൽ ഇവിടെ എഴുതിയില്ലേ, മെഥനാൽ, അവനെ ഫോർമാൽഡിഹൈഡ് എന്നും പറയും. ഫോർമാൽഡിഹൈഡ്. ഈ സ്പെസിമൻ ഒക്കെ ഈ എന്താണ്
ഈ എന്താണ് നമ്മുടെ എക്സിബിഷനൊക്കെ, ബയോളജി എക്സിബിഷനൊക്കെ ഓരോ സ്പെഷ്യൽ ടെസ്റ്റ് ട്യൂബ് ബേബിയുള്ള പാമ്പ്, അതേപോലെ തന്നെ പല്ലി, മരപ്പട്ടി, ഇതിനെയൊക്കെ നമ്മൾ ഒരു സൊല്യൂഷനകത്തിട്ടാണ് വെച്ചിരിക്കുന്നത്. അത് ഫോർമാൽഡിഹൈഡ് ആണ്. പിന്നെ ഇത് ഫോർമിക് ആസിഡ്, കുറുമ്പ് കടിക്കുമ്പോഴും അതേപോലെ കടന്നിൽ കുത്തുമ്പോഴും ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഇഞ്ചെക്ട് ചെയ്യുന്നത് ഫോർമിക് ആസിഡ് ആണ്. ഇത് 2 കാർബണുള്ള ഓയിക് ആസിഡ് എഥനോയിക് ആസിഡ് എന്ന് പറയും. എഥനോയിക് ആസിഡ് എന്ന് പറയും. ഇനി ഒരു ഇതും കൂടെ നെയിം ചെയ്യാനുണ്ട്. ഈതർ എന്ന് പറയുന്ന വിഭാഗം ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഒന്ന് പറഞ്ഞോട്ടെ. ഈതർ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, അതായത് നടുക്ക് O വരും, 2 സൈഡിലും ആൽക്കൈൽ ഗ്രൂപ്പ്. ഇതും കീറ്റോണും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? കീറ്റോണ് നടുക്ക് CO ആ വരുന്നത്, എന്നാൽ ഇവിടെ O ആ വരുന്നത്. ഇവനെ നെയിം ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പൊ ഞാൻ ആദ്യം വേറൊരെണ്ണം തരാം, CH2CH3 ഇങ്ങനെ തരാം. അപ്പൊ ഇവിടെ നോക്കേണ്ടത് ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റം ഓക്സിജൻ ഏത് സൈഡിലാണ് നോക്കണം. അവനെ കംപ്ലീറ്റ് നെയിം ആണ്. ഇപ്പൊ ഇവിടെ 2 കാർബൺ ഉണ്ട്, ഇവിടെ 1 കാർബണേ ഉള്ളൂ. അപ്പൊ 2 കാർബൺ അവനെ ഈഥൈൻ എന്നങ്ങ് എഴുതിയേക്കണം. കൂടുതൽ അവനാണ്. പിന്നെ കുറവുള്ളവനെ ഓക്സി ചേർത്ത് ഫ്രണ്ടിൽ എഴുതണം. ഇവൻ കുറവുള്ളവൻ മെത്താണ്, അവനെ ഓക്സി ചേർത്ത് മെത്തോക്സി എന്നാക്കണം. മെത്തോക്സി. അതിപ്പം കൂടുതൽ കാർബൺ എവിടെ വരുവാണെങ്കിലും അത് അങ്ങനെയാണ് എഴുതുന്നത്. ഇപ്പൊ ഇത് തിരിച്ചു വരുവാണെങ്കിലും CH3 CH2O CH3 ഇങ്ങനെ വരുവാണെങ്കിൽ ഇവിടെ കൂടുതൽ കാർബൺ. അപ്പൊ അവനെ എന്താ, കൂടുതൽ കാർബൺ 2 എണ്ണമാണ്. അപ്പൊ ഇവിടെ എന്താ, ഈഥൈൻ എഴുതാം. അപ്പൊ മെതോക്സി ഈഥൈൻ തന്നെ, മെതോക്സി ഈഥൈൻ തന്നെ. അതേപോലെ തന്നെ എന്താണ്, ഇപ്പം ഇങ്ങനെ വരുവാണെങ്കിലോ, CH3O CH3 ഇങ്ങനെ വരുവാണെങ്കിൽ ഓൾറെഡി ഇപ്പൊ രണ്ടിടത്തും സെയിം കാർബൺ ആയതുകൊണ്ട് തന്നെ മെതോക്സി മീഥൈൻ അങ്ങ് എഴുതിയാൽ മതി. മെതോക്സി മീഥൈൻ അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ശരിക്കും നെയിമിങ്ങിന്റെ എല്ലാം തീർന്നു. ഇനി നമുക്ക്